നല്ല സ്വർഗീയപിതാവേ, നല്ല രാത്രിയുടെ യാമത്തിനായ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്ന പച്ചാ. ഹല്ലേലൂയ. അപ്പൊ ആ സ്തോത്രം കർത്താവേ, ഹലേ കഴിഞ്ഞ കാലം മുഴുവനും കർത്താവിന്റെ കൃപ അടിയുടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങക്ക് നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. അപ്പൊ ആ സ്തോത്രം കർത്താവേ, കഴിഞ്ഞ കാലം കണ്ട അനേക മക്കൾ ഈ രാത്രിയുടെ യാമം കാണാതെ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്നുള്ള ആപത്തിനത്തെ മാറ്റപ്പെട്ടപ്പോൾ അടിയങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കൺമണി പോലെ അങ്ങ് കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ കരുണയ്ക്കായ ദയക്കായ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നപ്പച്ചാ. ഹല്ലേലൂയ. അപ്പാ അടിയാട്ടിയെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ. ജീവിതത്തിൽ വന്ന സകല കുറവുകളും വരവുകളൊക്കെ ക്ഷമിക്കണേപ്പാ. ക്ഷമിച്ചാണ് തിരുകുഞ്ഞാ രക്തത്താൽ കഴിയുന്നതാണ് കർത്താവേ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അങ്ങയുടെ രക്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നപ്പാ. അടിയങ്ങളുടെ കുറവുകളും ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കാൻ സ്വർഗം അനുവദിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ ഇന്നത്തെ മീറ്റിംഗിനെ ഞങ്ങളുടെ കരുത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം കർത്താവെ പരിശുദ്ധാത്മാവ് നയിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പാ സ്തോത്രം കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് വലിയൊരു അനുഗ്രഹം വിടുതലുമായി തരുവാൻ ദൈവം സഹായിക്കണേ അപ്പാ. പാടുന്നതിന്റെ മകൾക്കായ സ്തോത്രം ദൈവം അനുഗ്രഹിക്കണേ. അതിന് ദൈവ സംഗീതത്തിന് വായിക്കുന്ന മകനായ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ കർത്താവെ, ദൈവീയ ആലോചന ചിന്തകളൊക്കെ ദേവദാസിനെ സഹായിക്കണേ അപ്പാ. മധ്യവചനമായി കടന്നു വരുന്ന കർത്താവെ, ദേവദാസിക്കായ സ്തോത്രം കർത്താവെ, ദേവദാസിനെ കൂടി കൽപ്പാ സ്വർഗം സഹായിക്കണപ്പാ. ഓരോ വ്യക്തിയോട് സംസാരിക്കണം, അടിയാട്ടിയോട് സംസാരിക്കണപ്പാ. അടിയങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സ്വർഗം സഹായിക്കണപ്പാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് ഒരു വലിയ അനുഗ്രഹമായി തീരാൻ നന്ദി പറയുന്നു അപ്പച്ചാ. അല്പസമയം ഞങ്ങളുടെ തിരുസനിലിരിക്കുമ്പോൾ അങ്ങയുടെ കൃപയിൽ അടിയങ്ങൾ ഓരോരുത്തരും ഇരുത്തിയാട്ടെ. മാനമഹത്വപ്പനെടുത്താട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്ന ദേഹത്തോന്ന് ഉത്തരമറുമാറാണമേ. ആമേൻ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് കർത്താവിനെ പാടി സ്തുതിച്ചോണ്ട് നമുക്ക് ഹല്ലേലൂയ ആരംഭിക്കാം. പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി പ്രിയ പെണ്ണമാമെ ദൈവനാമത്തെ ക്ഷണിച്ചോളുന്നു. ഇന്ന് ആരാ പാടാനുണ്ടല്ലോ? എന്തോ പാടാൻ കേറിയില്ല അമ്മ. ഇപ്പൊ പാട്ട് പാടും. ലൈവ് ആവശ്യമില്ലാതെ സംസാരിക്കാതെ. അമ്മ പാടിക്കോ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം സ്തോത്രം. രാത്രികാലം കർത്താവേ, നിങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളുടെ വാദപ്പെടുത്തിൽ ശരിയാണ്. കർത്താവങ്ങൾക്ക് പാടുവാനോ പ്രാർത്ഥിക്കാനോ അതിനുമായി കർത്താവ് ശുശ്രൂഷ വചന ശുശ്രൂഷ അടിയങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. കർത്താവെ, രോഗികൾക്ക് കർത്താവെ എത്രയും വിചിത്രമേ സുരക്ഷവാ, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു. എത്രയോ വിചിത്രമേ സുരക്ഷവാ, എത്ര ദൂരം അങ്ങേത്തോടി അത്ര നേരം കാത്തു നിന്നെ. എത്ര ദൂരം അങ്ങേത്തോടി അത്ര നേരം കാത്തു നിന്നെ. തള്ളി പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. തള്ളി പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളോരപ്പവും കുളിരിനാൽ ചൂടുമ്പകർന്നു തന്നെ നീ. ചൂടുള്ളോരപ്പവും കുളിരിനാൽ ചൂടുമ്പകർന്നു തന്നെ. എത്ര ദൂരം തോടി അത്ര നേരം
കാത്തു നിന്നേ എത്ര ദൂരം അങ്ങേ വേട്ടോടി അത്ര നേരം കാത്തു നിന്നേ ക്രൂശിൽ കിടന്നപ്പോ കാര്യരുമ്പാണിയല്ല വേദന ക്രൂശിൽ കിടന്നപ്പോ കാര്യരുമ്പാണിയല്ല വേദന നാശത്തിൽ ആശിച്ചതല്ലയോ നാശത്തിൽ രക്ഷയ്ക്കായി ആശിച്ചതല്ലയോ എത്ര ദൂരം അങ്ങേ വേട്ടോടിയ അത്ര നേരം കാത്തു നിന്നേ എത്ര ദൂരം അങ്ങേ വേട്ടോടിയ അത്ര നേരം കാത്തു നിന്നേ കള്ളി പറഞ്ഞപ്പോൾ തള്ളിക്കളയില്ല എന്നെ തള്ളി പറഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതില്ലെന്നെ ചൂടുള്ളോരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെ ചൂടുള്ളോരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെ എത്ര ദൂരം അങ്ങേ വേട്ടോടിയ അത്ര നേരം കാത്തു നിന്നേ എത്ര ദൂരം അങ്ങേ വേട്ടോടിയ അത്ര നേരം കാത്തു നിന്നേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേൽപ്പവൻ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റു എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവേ സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോരേ സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോരേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവേ കുഞ്ഞാടേ വാഴ്ത്തുവിൻ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ കുഞ്ഞാടേ വാഴ്ത്തുവിൻ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തേ എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും
യേശു മാത്രം കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. സ്തുതിയും സ്തോത്രം എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റൻ. എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ തക്കോണം പ്രിയമാതാവിനെ അവിടുന്ന് സഹായിച്ചവൻ കൃപയ്ക്കായി ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങുന്നവന്റെ പാദപിടത്തിൽ നമ്മളെല്ലാം ആയിരിക്കുമ്പോൾ കർത്താവിന് പാടി സ്തോത്രം ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും നമുക്ക് സങ്കീർത്തനമായിട്ടുള്ള സമയമാണ്. അതിനായി ജെബിൻ ബ്രദറിനെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുന്നു. ജെബിൻ ബ്രദറെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നമുക്ക് 53-ാം സങ്കീർത്തനം വായിക്കാം. 53-ാം സങ്കീർത്തനം. ഓക്കെ, വായിക്കാം. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നീതികേട് പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു. ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി. നിന്റെ നേരെ പാളയമിറങ്ങിയവന്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 53-ാം സങ്കീർത്തനം വായിപ്പാൻ ദൈവദാസിയെ കർത്താവ് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ഈ സങ്കീർത്തനം തുടർന്നാനുമായി സങ്കീർത്തനം സംസാരിച്ചു വരുന്നു. ഈ 53-ാം സങ്കീർത്തനത്തിന്റെ ദാവീദിന്റെ സങ്കീർത്തനമായിട്ട് നമ്മൾ ദാവീദിന്റെ ധ്യാനമായിട്ട് നമ്മൾ കാണുന്നു. ദാവീദ് ഇവിടെ ധ്യാനിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ കാണുവാനിടയാ തന്നെ. ഇവിടെ ഞാൻ 1-2 വാക്യം. ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛയായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ അറിയുന്നില്ല. നന്മ ചെയ്യുവാൻ അറിയുന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. സങ്കീർത്തനക്കാരനോട് പറയുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛന്മാരായി നീതിയോട് പ്രവർത്തിക്കുന്നു. ഇവിടെ ദൈവം ഇല്ല എന്ന് മൂഢൻ തന്നെ. ഒരു മൂഢനായി ഒരു വ്യക്തി തീരണമെങ്കിൽ ദൈവത്തെ അറിയാത്ത, ദൈവത്തെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ദൈവമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മൂഢനായി തീരുന്നത്. കാരണം നമുക്ക് പറയാമായിരുന്നു, ദൈവം ജ്ഞാനം നൽകുന്ന ദൈവമാണ്. ഞാൻ ദൈവിക, ഈ ലോക ജ്ഞാനമുണ്ട്, ദൈവിക ജ്ഞാനമുണ്ട്. ഈ ലോകത്തില് മനുഷ്യന്മാരെ, ബുദ്ധിമാന്മാരെ നമ്മൾ പറയും അവരറിവുള്ളവരാ, ജ്ഞാനമുള്ളതെന്ന്. ദൈവിക സംബന്ധമായി ദൈവം പറയുന്നത്
ദൈവം ഇല്ല എന്ന് പറയുന്ന മനുഷ്യൻ, അവരാണ് മൂഢൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം ഇല്ല എന്നുള്ളവരാണ് ദൈവവചനമായിട്ട് പഠിപ്പിക്കുമ്പോൾ, ദൈവം ഇല്ല എന്ന് പറയുന്നവർ മൂഢനായിട്ടാണ് ദൈവത്തിന്റെ വചനം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകജ്ഞാനത്തിൽ പോകുമ്പോൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും ശരി, അല്ലാതെ ഈ ലോകപരമായി ബുദ്ധിമാന്മാരെ നമ്മൾ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ലോകത്ത് വിദ്യാഭ്യാസവും വിവരമുണ്ട് എന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ നടക്കുന്നവരെ പല കാര്യങ്ങൾ മുന്നേറുമ്പോൾ നമ്മൾ പറഞ്ഞു അവർ ഭയങ്കര വിവരമുള്ളവരാണ്, ഭയങ്കര ജ്ഞാനികളാണ്, ഭയങ്കര അറിവ്. പക്ഷെ ഇതിനൊരു തൽക്കാലമേ ഉള്ളൂ. കാരണം മനുഷ്യന്റെ ആയുസ്സിൽ മാത്രമേ ഉള്ളൂ ഈ ജ്ഞാനം നിലനിൽക്കുന്നത്. കാരണം അവന്റെ ബുദ്ധി മറഞ്ഞു പോയാൽ അവനോടുകൂടെ സർവ്വം തീരും. പക്ഷെ ദൈവിക ജ്ഞാനം അങ്ങനല്ല. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ അറിയുന്നവന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവന്റെ നിത്യത, അവന്റെ മരണം കഴിഞ്ഞാലും അവന്റെ നിത്യത വരെ നിലനിൽക്കുന്ന ദൈവത്തെ പറ്റിയുള്ള അറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. ആ ജ്ഞാനമുള്ളവനെയാണ് ദൈവത്തിന്റെ ജ്ഞാനമില്ലാതായി പോകുന്നവരാണ് ദൈവത്തിന്റെ വചനം പറയുന്ന മൂഢന്മാരെന്ന്. നമുക്കറിയാം ദൈവം ആരാ ജ്ഞാനം നൽകുന്നത്? ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ സർവശക്തനായ ദൈവത്തോട് പറഞ്ഞു, ഈ ജനത്തെ നയിപ്പാനുള്ള ജ്ഞാനം. ദൈവം അവന് ജ്ഞാനവും കൊടുത്തു, അതോടൊപ്പം സർവ്വതും കൊടുത്തു. കാരണം ജ്ഞാനമില്ലാത്ത ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് അവന്റെ ജീവിതം ദൈവജനത്തെ നയിക്കാൻ കഴിയത്തില്ല. കാരണം മനുഷ്യമായ ചില കാര്യങ്ങളൊക്കെ ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് നടക്കും. പക്ഷെ ദൈവിക ജ്ഞാനം കൊണ്ട് മാത്രമേ തന്റെ ജനത്തെ ന്യായം പാലനം നടത്താൻ കഴിയുള്ളൂ. തനിക്ക് നിത്യയിൽ ചെന്നെത്താൻ കഴിയത്തുള്ളൂ, തനിക്ക് നേരായ നീതിയായ ന്യായം പാലിക്കാൻ കഴിയത്തുള്ളൂ എന്ന് ശലോമോൻ പഠിച്ചത്. അങ്ങനെ ദൈവത്തിൽ നമ്മൾ ജ്ഞാനം പ്രാപിക്കാൻ ഇടയായി തോന്നും. ദൈവം ഇല്ല എന്ന് പറയുന്ന ഈ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ മൂഢനായി പോകുന്നു. അവർ മൂഢനായി പോകുന്നെങ്കിൽ അവരുടെ മൂഢത വിട്ട് മാറണമെങ്കിൽ ഒന്നാമത് അവർ ദൈവസേനയിൽ അവരെ സമർപ്പിക്കണം. കാരണം അവരുടെ ദൈവസേനയിൽ അവർ സമർപ്പിക്കുമ്പോൾ കർത്താവിനെ വിശ്വസിച്ചാൽ മാത്രമേ അവരുടെ മൂഢത മാറി അവർ ജ്ഞാനികളായി തീരത്തോളം ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് 51-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 10-ാം വാക്യം, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ചു, സ്ഥിരമായ ആത്മാവിനെ പുതുക്കണം. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഈ ജ്ഞാനമുണ്ടെങ്കിൽ ഒന്നാമത് ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചാൽ, ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രമേ അവന്റെ മൂഢത മാറി അവന്റെ ഹൃദയം അവനിലേക്ക് ദൈവം വസിക്കാൻ കഴിയത്തുള്ളൂ. എന്നാലേ അവന്റെ മൂഢത മാറത്തുള്ളൂ. അപ്പം ദൈവത്തിന് പറഞ്ഞു അതിന് നമ്മൾ ദൈവത്തിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പറയുന്നു, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണം. കാരണം നമ്മുടെ മൂഢമായ ഹൃദയം മാറാൻ നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല, അത് ദൈവത്തിന് മാത്രമേ മാറ്റാൻ കഴിയത്തുള്ളൂ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. സ്ഥിരമായ ഒരു ആത്മാവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസ്ഥനിൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ വചനം പറഞ്ഞു ദൈവത്തിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കുന്നിടത്ത് ദൈവത്തിന് മാത്രമേ നമുക്ക് നിർമ്മലമായ ഒരു ഹൃദയം തരുവാൻ, സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കുവാൻ, നമ്മുടെ ആത്മാവിനെ പുതുക്കുവാനും കഴിയത്തുള്ളൂ. എന്നാലേ നമുക്ക് ദൈവസ്ഥനിൽ മുന്നേറാൻ കഴിയത്തുള്ളൂ. അതിന് 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കാൻ ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിൽക്കുന്നു. ഇവിടെ പറയുന്നു ബുദ്ധിമാന്മാരനായി തീർന്നവരുടെ പ്രത്യേകതയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന അവരാരാ? ബുദ്ധിമാന്മാർ. ദൈവത്തെ തള്ളിക്കളയും ദൈവം ഇല്ലാത്തവനാരാ? മൂഢനായി തീരുന്ന ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളൊരു ബുദ്ധിമാനായി തീരണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവത്തെ അന്വേഷിച്ചാൽ മാത്രമേ നമ്മൾ ബുദ്ധിമാനും ജ്ഞാനിമാരും ആയി തീരത്തോളം ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവിക സംബന്ധമായി ബുദ്ധിമാനായി തീരണമെങ്കിൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ പറഞ്ഞ് കണ്ടെത്താവുന്ന കാലത്ത് എന്നെ അന്വേഷിപ്പീൻ, ഞാൻ സമീപത്തിരിക്കുമ്പോൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ അവരെ കാണാൻ ദൈവം സ്വർഗത്തിൽ മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. കാരണം എന്നെ അന്വേഷിക്കുന്ന ഈ മൂഢത മാറ്റി എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ സർവ്വ മനുഷ്യരെ നോക്കുന്നു. പക്ഷെ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ പക്ഷെ കൊള്ളരാത്ത. പക്ഷെ അതിൽ നിന്ന് ദൈവത്തിന്റെ വചനം വന്നു, നിങ്ങളുടെ ഹൃദയം ദൈവസ്ഥനിൽ സമർപ്പിച്ചു കൊടുത്താൽ നിർമ്മലമായ ഒരു ഹൃദയം ഞാൻ തരും, നിങ്ങൾ സ്ഥിരമായ ആത്മാവിനെ ഞാൻ പുതുക്കി തരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 32-ാം സംഘത്തിന് അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിന്നെ ഒരു നീതിമാനായി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ ദൈവത്തിന്റെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ ദൈവം എന്ത് ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നാം ഓരോരുത്തരും ബുദ്ധിമാനെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമുക്ക് ചെയ്യുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. കാരണം കണ്ടോ, നമുക്ക് വഴി അറിയത്തില്ല. നമ്മൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്ന പിൻപിൽ നിന്ന് കേൾപ്പിക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദത്തോടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ട വഴി കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന. നമുക്ക് ആലോചന, നമുക്ക് വഴി അറിയാതെ ഭാരപ്പെടുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന് വേണ്ടി വഴിഞ്ഞ് പറഞ്ഞു കൊടുത്ത് ആലോചന പറഞ്ഞു കൊടുത്ത് നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ആയിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞു വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയം മൂഢാവസ്ഥയിലായി തീരാതെ, മൂഢത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുക, ദൈവം ഇല്ല എന്നുള്ള നിരൂപണങ്ങൾ മാറ്റി നമ്മുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായി തീർന്നാൽ
ദൈവം നമ്മൾ വൻ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ റെഡിയാക്കണം. ദൈവം നമുക്ക് വഴി പറഞ്ഞു തരണം. നമ്മുടെ ജീവിതത്തിലെ സകല അടഞ്ഞു കിടക്കുന്ന വഴികൾക്കും ദൈവം നമ്മളെ അന്വേഷിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് തുറന്നു തരുവാനും നമ്മൾ അതിൽ കൂടെ നടക്കുവാനും ദൈവത്തിന്റെ വചനം ഇടയാക്കും എന്ന് ദൈവം പറയുന്നു. ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നെ നടക്കേണ്ടത് വഴി നിനക്ക് കാണിച്ചു തന്നു, നിന്റെ മേൽ ദൃഷ്ടി വെച്ച്, നമുക്ക് ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന വരുവാൻ ദൈവം സഹായിക്കും. എന്താണ്? ദൈവത്തെ അന്വേഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ആലോചന പറഞ്ഞ് നമ്മളെ വഴി നടത്തു വന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനായി ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം നമ്മൾ നമ്മുടെ മൂഢാവസ്ഥകൾ മാറ്റി, നമ്മുടെ ജീവിതത്തിലെ ബുദ്ധികേടുകൾ മാറ്റി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുവാൻ ഈ സംഘത്തിന് വളരെ കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങനെ സമയം ഒരുക്കത്താൽ ഞാൻ ദൈവം പറയുന്നു. ഞാൻ ചുരുക്കം 5 മിനിറ്റ് ആണല്ലോ നമ്മൾ സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി തീരുവാൻ നമ്മളെ ദൈവത്തിന് സമർപ്പിക്കാം. അതിന്റെ 6ാമത്തെ ഭാഗം, സിയോനിൽ ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നുവെങ്കിൽ അക്ഷര്യമായി ദാവീദിന്റെ സംഘത്തിനും സിയോൻ ദൈവത്തിന്റെ നഗരമാണ് സിയോൻ. സിയോനിൽ നിന്ന് ഇസ്രായേൽ അന്നൊരു കാത്തിരിപ്പുണ്ട്. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നുവെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ ദൈവം പറഞ്ഞു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യഹൂദയെ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു പറഞ്ഞു. നമ്മൾക്കും തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നമ്മുടെ സ്ഥിതി മാറുവാൻ നമുക്ക് അപ്പോൾ യാക്കോബ് സന്തോഷിക്കും. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ദൈവത്തിന്റെ രക്ഷ നമ്മളിലേക്ക് വരുമ്പോൾ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരുമ്പോൾ ദൈവം നമ്മുടെ സ്ത്രീകൾക്ക് ഒരു മാറ്റം വരുന്നു. അപ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. പുതിയ നിയമ മക്കളായ നമ്മൾ, ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഇസ്രായേൽ യാക്കോബുമാക്കി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ജാതികൾ നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവമക്കളാക്കി നമ്മളെ വെച്ചിരിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ദൈവമക്കളായി ജീവിച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മുന്നേറുവാൻ നമ്മൾ തീരുമാനിച്ചാൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയ്ക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീർന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തും. ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഈ സ്ഥിതി ഇരിക്കുന്ന ജനത്തിന് ദൈവം, നമുക്ക് അനവധി കാര്യങ്ങൾ അറിയാം. ദൈവത്തിന്റെ ജനത്തിന്റെ സ്ഥിതികൾ മാറ്റിയ അവസ്ഥകൾ നമുക്കറിയാം. പലരുടെയും ജീവിതത്തിൽ സ്ഥിതികൾ മാറ്റിയ അവസ്ഥ അറിയാം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയോ ഭാരമോ പ്രയാസം ഏത് ദുഃഖത്തിലായാലും ഏത് സ്ഥിതിയിലായിരിക്കും എങ്കിലും നമ്മൾ ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചാൽ, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചാൽ, ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ആയിരുന്നാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ സ്ഥിതികൾ മാറ്റും. ദൈവം നമ്മുടെ സ്ഥിതികൾ മാറ്റുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾക്ക് സന്തോഷിക്കാനും ഇടയാകും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിച്ചത് ആ കൂട്ടത്തിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റിയപ്പോൾ അവരെ ദൈവം ചെന്ന് എത്തിക്കേണ്ടത് എത്തിച്ചപ്പോൾ അവർ സന്തോഷിച്ചപ്പോൾ ആനന്ദിച്ചപ്പോൾ നമ്മൾ ഇന്നിരിക്കുന്ന ഞെരുക്കത്തിലായിരുന്നു, ഭാരത്തിലായിരുന്നു, രോഗത്തിലായിരുന്നു, കഷ്ടത്തിലായിരുന്നു, ഏത് അവസ്ഥയിലായിരുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം നമ്മളുടെ സ്ഥിതികൾ മാറ്റും. അപ്പോൾ യാക്കോബ് സന്തോഷിച്ച പോലെ ഇസ്രായേൽ ആനന്ദിച്ചതുപോലെ നമ്മൾ സന്തോഷിക്കാൻ ഇടയായി തീരട്ടെ. ദാവീദിന്റെ സങ്കീർത്തനം നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ സങ്കീർത്തനക്കാർ ദൈവം നമ്മുടെ സ്ഥിതികൾ മാറ്റും. ഏത് പ്രയാസമായിരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ സ്ഥിതി മാറ്റാൻ ഞാൻ ശക്തനെന്ന്. ആ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ അത് സന്തോഷിപ്പാൻ ദൈവത്തിന് സമർപ്പണമുള്ളതായി ഒരു നിർമ്മല ഹൃദയത്തോടെ ഒരു കർത്താവ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി തീരുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ത്തോളം എന്നോട് കേട്ടിരുന്ന എല്ലാവർക്കും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്ഥിതികളെ ദൈവം മാറ്റട്ടെ. കർത്താവ് വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിപ്പാനും അത് വായിച്ച് ദൈവിക ആലോചന ചിന്തകളും ഒക്കെ ഹല്ലേലൂയ പറയുവാനൊക്കെ പ്രിയ ജെവിൻ ബ്രദറിനെ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പിന്നെയും കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണല്ലോ. അതിനായ സമയത്തെ വേർതിരിക്കുന്നു. ഹല്ലേലൂയ. അനവധി വിഷയങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ടല്ലോ. നമുക്ക് ആദ്യമായി നമ്മുടെ സൂം മീറ്റിംഗിൽ എല്ലാ കുടുംബങ്ങളെയും ദൈവകരത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ഗ്രേസിസ്റ്റേം കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. മക്കളെ കുടുംബമായി ഓർത്ത്, ക്രിസ്ത്യൻ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കിച്ചുവിനെ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. പെണ്ണമാമയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുനിയൻ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാട്ടിലായിരിക്കുന്ന മാതാവിനായി, അച്ഛനായി പ്രാർത്ഥിക്കുക. അവരെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളും പേരുപേരായി ഓരോ കുടുംബങ്ങളെയും ദൈവത്തിൽ സമർപ്പിക്കാം. അതുപോലെ ഇതിൽ എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂ ആയി കയറുന്ന എല്ലാ ദേവദാസന്മാരെ ദൈവകാര്യത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഈ പ്രയർ അനേക മക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരണം. പുതിയ കുടുംബങ്ങൾ, വ്യക്തികളൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ ഇടയായി തീരണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തൊരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബങ്ങളെല്ലാം ദൈവകാര്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രിയ അമ്മാളുമായിട്ട് പ്രാർത്ഥിച്ചാൽ സ്തോത്രം. ആമീൻ, ആമീൻ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി നല്ല കർത്താവേ, ഈ രാത്രികാലം കർത്താവെ അവിടുത്തെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലെടുത്ത് വരുന്ന കർത്താവെ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു.
വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവെ അപ്പന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ സൂം മീറ്റിങ്ങിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. ദിനം തോറും വളരുമാറാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ചന്തോചിതവുമായി കർത്താവ് നടത്തിക്കൊണ്ടുപോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. എന്റെ ആത്മിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും കർത്താവെ ഗ്രൂപ്പിന് വേണ്ടി കർത്താവെ ഹല്ലേലൂയ നിരന്തരം കർത്താവെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസന്നിധിയിൽ അർപ്പിച്ച് കർത്താവെ ഇരിക്കുന്ന പ്രാർത്ഥനയോടെ ജാഗരിക്കുന്ന സഹോദരിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ. ഈ ദിവസങ്ങളിൽ കർത്താവെ വലിയ സ്ട്രഗിളിങ്ങിൽ കൂടെ കടന്നു പോകുന്ന കർത്താവെ എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളെയും ദൈവത്തിന്റെ ആത്മാവ് വേറിട്ട് മാറ്റിക്കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. കർത്താവെ ഐസിയുലായിരിക്കുന്ന മാതാവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന സ്ഥിതി കർത്താവ് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. പൂർണ്ണമായ ഒരു സൗഖ്യം വിടുതലും കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ ശക്തി കർത്താവെ ഈ സമയത്ത് ആ മാതാവിന്റെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന മക്കളെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിക്കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരും ദിവസങ്ങളിൽ ഒരു അത്ഭുത പ്രവർത്തി കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്ത റിറ്റിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കിച്ചുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ജോക്കുട്ടിനെ സേറയും കർത്താവെ തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ബേബിസിന്റെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രണത സിസ്റ്ററിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങളുമായി കർത്താവെ മുന്നോട്ട് പോകുന്ന കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുക്കുമാറാകണമേ. കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജെഫിൻ ബ്രദറിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട് സങ്കീർത്തനം കർത്താവെ പ്രബോധിപ്പിക്കുവാൻ കർത്താവെ മനസ്സിലാക്കി തന്ന ബ്രദറിനെ കർത്താവ് പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. കുടുംബജീവിതം ധന്യമാക്കി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു. പ്രിൻസ് ദോഹയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്നത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശൈലജയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനിയത്രക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദിനംതോറും കർത്താവെ ഈ പ്രാർത്ഥനയിൽ ആരാധനയിൽ കടന്നു വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗദിയുടെ പ്രദേശത്ത് കർത്താവെ ദിനംതോറും നടത്തുന്ന കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നവന്റെ ബിസിനസിനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഷാരോണിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതാവശ്യത്തിന്റെ മുഖത്തായാലും ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുബി ജോൺസനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുമിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുശീലാമയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എല്ലാ ദിവസവും കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതണമേ, പരിപാലിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിജയ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. നീവിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. പൈതലായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ. ഓമന സിസ്റ്ററിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ ഈ ദിവസങ്ങളിലൊക്കെ ധൈര്യം പകരണമേ, ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒനിക്സിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പെണ്ണ മാംശയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എല്ലാ ദിവസവും കർത്താവെ
ദിനം തോറും കർത്താവെ ഗ്രൂപ്പിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, കർത്താവെ കരുതണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആയുസ് ആരോഗ്യം കൊടുത്ത് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. മോളി സാമുവലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോനിഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാതാവിന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സ്ട്രഗിളിങ്ങും കർത്താവ് മാറ്റി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാതാവിന് ഉറക്കം കൊടുക്കണമേ. കർത്താവെ ഹല്ലേലൂയ. നരയ്ക്കുവോളം ചുമക്കാമെന്നും ചുമന്ന് വിടുവിക്കാമെന്നും വല്ല ചെയ്ത കർത്തന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ അമ്മച്ചിമാരെ കർത്തന്റെ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഞ്ജുഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദിസി മാത്യുവിനെ അനുഗ്രഹിക്കണമേ. ലെബ്രിൻ രാജിനെ അനുഗ്രഹിക്കണമേ. കർത്താവെ അങ്ങനെ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ബ്ലെസ്സിയെ അനുഗ്രഹിക്കണമേ. കർത്താവെ ബിന്ദുവിനെ അനുഗ്രഹിക്കണമേ. കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി മാനിക്കുമാറാകണമേ. കർത്താവെ കർത്താവെ ഹല്ലേലൂയ പൂർണ്ണമായി അനുഗ്രഹിക്കണമേ. കർത്താവെ ആലീസിനെ അനുഗ്രഹിക്കണമേ. വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുമാറാകണമേ. എബിപ്പാസ്റ്ററിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ട്രഗിളിങ്ങും കർത്താവ് മാറ്റിക്കൊടുത്ത് കർത്താവെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് ശാസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിനെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച അമ്മാളന്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിനായി പ്രാർത്ഥിക്കാം. 14 ജില്ലയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മഴയുടെ ഒക്കെ പ്രതികൂല അവസ്ഥയിലൂടെ നമ്മൾ പാർക്കും ദേശം കടന്നു പോകുന്നു. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഈ മഴ കടുത്തു കഴിയുമ്പോൾ ഈ അണക്കെട്ടുകളൊന്നും യാതൊരു ദോഷവും ഉണ്ടാകാതെ ദൈവം സൂക്ഷിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കോവിഡും ധാരാളമായി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊക്കെ ദൈവം ഒരു വിടുതൽ തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിലെല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പരിസയങ്ങളൊക്കെ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ടല്ലോ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കാം. 28 സംസ്ഥാനങ്ങളെ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗുജറാത്തിലുണ്ടായ ഹല്ലേലൂയ സ്തോത്ര വിമാന അപകടത്തിൽ ഹല്ലേലൂയ മരിച്ച ജീവൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ ദൈവ ആശ്വാസം കൊടുക്കണം, വിടുതൽ കൊടുക്കണം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. എത്രയും വേഗം എല്ലാ കാര്യങ്ങളും നിറപടിയായി ദൈവം ചെയ്യേണ്ടതിന് ഇനി അങ്ങനെ ഒരു അനർത്ഥം നമ്മുടെ രാജ്യത്ത് ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം മക്കൾ ഇനിയും വടക്കേന്ത്യയുടെ ഭാഗങ്ങളൊക്കെ സുവിശേഷ വിരോധികളുണ്ടല്ലോ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുവിനെ അറിയാത്ത അനേകം മക്കളുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ ജയിലിൽ കിടക്കുന്ന ദേവദാസന്മാരുടെ മോചനത്തിനായി പ്രാർത്ഥിക്കാം. കേസുകളൊക്കെ കൊടുത്ത് അവരെ വേദനിപ്പിക്കുന്നവരുണ്ട്, അവരൊക്കെ ഈ സുവിശേഷത്തിലേക്ക് അടുത്തു വരാൻ ഇടയായി തീരണം. പ്രത്യേകിച്ച് ജാർഖണ്ഡ്, UP, ബീഹാർ, ഒറീസയൊക്കെ ഓർത്ത് നമുക്ക് സ്റ്റേറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ അവിടെയൊക്കെ വലിയ പ്രവൃത്തി, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഇടയാകണം. സ്വാതന്ത്ര്യമായ ജനങ്ങൾക്ക് സുവിശേഷം ഹല്ലേലൂയ അറിയിപ്പാനും ഹല്ലേലൂയ ദേവദാസന്മാർക്ക് വേല ചെയ്യുവാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളെ വരുന്ന ആളുകളിൽ ദൈവം നമ്മുടെ ഇന്ത്യയിൽ ഒരുക്കണം. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും യേശുവിനെ അറിയാത്ത അനേകം മക്കളുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ. ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരൊക്കെ ദൈവം സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സഹോദരവർഗ്ഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽക്കാരൊക്കെ ഈ സുവിശേഷം അറിയാത്തവരുണ്ട്, അവരൊക്കെ ഈ ദിവസങ്ങളിൽ അറിയുവാൻ ഇടയായി തീരണം. നമുക്കതിനായി പ്രാർത്ഥിക്കാം. നമ്മൾ ഒത്തൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരു ദൈവദാസിക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയുടെ യാമത്തിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവേ എൻ്റെ അപ്പായുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, 1 2 പേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കുന്ന ഏത് വിഷയത്തിന് ഞങ്ങൾക്ക് മറുപടി നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവേ, അപ്പായ വിവിധ കോണിലിരുന്ന കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങൾ കണ്ണുനീരോടെ എൻ്റെ അപ്പായുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവേ, അവിടുന്ന് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ,
ഈ ഇന്ത്യ മഹാരാജ്യത്തെ, ഞങ്ങളുടെ കേരളത്തെ എല്ലാം എൻ്റെ അപ്പായുടെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദിനംതോറും ഞങ്ങൾ കേൾക്കുന്ന വാർത്തകൾ കർത്താവേ ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാണപ്പാ. ഒരു 10 നീതിമാൻ ഒരു രാജ്യത്തിലുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാമെന്ന് എൻ്റെ അപ്പായുടെ വാഗ്ദത്തമാണല്ലോ കർത്താവേ. വിവിധ കോണുകളിൽ നിന്ന് നിന്റെ മക്കളായ ഞങ്ങൾ കർത്താവേ ഓരോ ദിനങ്ങളും എൻ്റെ അപ്പായോട് യാചിക്കുന്ന വിഷയങ്ങളാണല്ലോ കർത്താവേ. കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു ദുരന്തം ഞങ്ങൾ കേൾക്കുവാൻ ഇടവരാതെ വണ്ണം കർത്താവെ പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാൻ എൻ്റെ അപ്പായ്ക്കല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല കർത്താവെ. ഈ മക്കളുടെ യാചന അവിടുന്ന് കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേരളത്തിൽ കർത്താവെ പ്രകൃതിക്ഷോഭത്താൽ വിവിധ കുടുംബങ്ങൾ കർത്താവെ, വിവിധ ദേശങ്ങൾ ദൈവമേ കണ്ണീർ കയത്തിൽ മുങ്ങി താഴുമ്പോൾ അപ്പാ നീ സ്വർഗത്തിൽ നിന്ന് എല്ലാ ഭൂസീമവാസികളെയും നോക്കുന്ന ദൈവമാണല്ലോ കർത്താവെ. എൻ്റെ അപ്പ അറിയാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ കർത്താവെ അങ്ങയുടെ മക്കളോട് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ. നിന്റെ മക്കളുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യേശുവേ നന്ദിയപ്പാ, നന്ദി രാജാവേ, നന്ദി പിതാവേ. ഹല്ലേലൂയ. പ്രിയരേ, ഞങ്ങളിലുള്ള കുറവുകളൊന്നും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവെ ഒരു തടസ്സമാകുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേശുവേ. ഞങ്ങളുടെ ഹൃദയ പരമാർത്ഥതയോ നന്മയോ നീതിയോ ഒന്നും കണ്ടിട്ടല്ലല്ലോ അപ്പാ സ്വർലോക സുഖം വെടിഞ്ഞ് താണഭൂമിയിൽ വന്ന് കർത്താവേ ബലഹീനരായ ഞങ്ങളെ അപ്പാ അങ്ങ് തെരഞ്ഞെടുത്തത് കർത്താവേ. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ കർത്താവേ ഞങ്ങളുടെ കുറവുകളെ ഒന്നും ഓർക്കാതെ വണ്ണം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു അത്ഭുത സാക്ഷ്യം കേൾക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മഴയും വെയിലും മഞ്ഞും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ് കർത്താവേ. എന്നാൽ അധികമായാൽ കർത്താവേ അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരും കർത്താവേ. എൻ്റെ അപ്പ എല്ലാം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ അപ്പാ. ഭവനം നഷ്ടപ്പെട്ടവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ. അനേകർ ദുഃഖത്തിലും കഷ്ടത്തിലും ഒക്കെ കഴിയുന്നവരുണ്ട് കർത്താവേ. എൻ്റെ വലിയവനായ ദൈവം ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ത്യ മഹാരാജ്യത്തെ എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. നിന്റെ വയലിൽ അധ്വാനിക്കുന്ന അനേക ജീവിതങ്ങൾ കർത്താവേ ജയിലറകളിലും കഷ്ടത്തിലും പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അപ്പാ യേശുവേ നിന്റെ വചനം പറയുന്നുണ്ടല്ലോ കർത്താവേ അന്ത്യകാലത്ത് യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഒക്കെ വന്നു ഭവിക്കുമെന്ന് കർത്താവേ. ഓരോന്നും ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ കർത്താവേ എൻ്റെ പ്രിയൻ വരാൻ ആസന്നമായി കർത്താവേ. ഞങ്ങൾ അത് ഈ അടയാളത്തിൽ കൂടി നന്നായി അറിയുന്നപ്പാ. യേശുവേ നന്ദി, നന്ദി പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഇത്രത്തോളം സ്വാതന്ത്ര്യത്തോടെ എൻ്റെ അപ്പായെ ഒന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഈ ഭാഗ്യ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർമ്മേൽ ഗ്രൂപ്പിൽ കയറിയ ഓരോ കുടുംബങ്ങളെയും എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന അവരുടെ സമസ്ത വിഷയങ്ങളെയും പിതാവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ട് കർത്താവേ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ തക്കതായ തുണയെ ലഭിക്കാതെ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ. വഴിതെറ്റി ജീവിക്കുന്ന തലമുറകളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. അങ്ങനെ അനവധി 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 വിഷയങ്ങൾ കർത്താവേ. കടഭാരത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. എല്ലാം നന്നായി അറിയുന്നവൻ അങ്ങൊരുവൻ മാത്രമാണ് കർത്താവേ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ധന്യരായി തീരുമല്ലോ കർത്താവേ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, ഒരു വാക്കുമതി കർത്താവേ. അവിടുന്ന് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉപജീവന മാർഗത്തിന് വേണ്ടി തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന അങ്ങയുടെ മക്കളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ. കോടാകോടികളൊന്നും സമ്പാദിച്ചില്ലെങ്കിലും കർത്താവേ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി വഴിയും വാതിലും എൻ്റെ ദൈവം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വദേശത്തും വിദേശത്തും ഒക്കെ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പായുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. നിന്റെ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സങ്കീർത്തനത്തിൽ കൂടി പ്രബോധിപ്പിച്ചതുപോലെ ദൈവമില്ല എന്ന് മൂടൻ ഹൃദയത്തിൽ ചിന്തിക്കുമ്പോൾ കർത്താവേ നമ്മൾക്ക് വേണ്ടി സകലവും നിർവഹിക്കാൻ സർവശക്തനായ ഒരു ദൈവം നമ്മൾക്കുണ്ടെന്ന്
ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ തലമുറകളെല്ലാം മുന്നേറുവാൻ എൻ്റെ സ്വർഗം, എൻ്റെ അപ്പായെ മാതൃകയാക്കി ജീവിക്കുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, ചികിത്സിക്കാൻ പണമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. പിതാവേ, നീ ഭൂമിയിൽ കൊടുക്കുന്ന ആയുസ് കർത്താവേ ആരോഗ്യത്തോടെ ബലത്തോടെ ശക്തിയോടെ ആയിരിക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. എൻ്റെ ദൈവം സൗഖ്യദായകനാണ്, രോഗിയുടെ കിടക്കെ മാറ്റി വിരിക്കുന്ന ദൈവമാണ് കർത്താവേ. അവിടുന്ന് ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ കർത്താവേ നിന്റെ മക്കൾക്ക് പൂർണ്ണ സൗഖ്യമാണ് കർത്താവേ. യേശുവേ നന്ദി അപ്പാ. ഒരു വാക്ക് കൽപ്പിക്കുവാൻ അവിടുന്ന് മനസ്സരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ യാചനയുടെ ശബ്ദം യഹോവേ ആ കാതുകളിൽ എത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കൈകളെ മലർത്തുന്നത് ഒരു സന്ധ്യയാഗമായി തീരുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. അഡ്മിനായിരിക്കുന്ന ഗ്രേസി സിസ്റ്ററെ, കുടുംബത്തെ, അവരുടെ തലമുറകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നപ്പാ. ഈ ഗ്രൂപ്പ് കർത്താവേ 30, 60, 100 പേരിയായി വർദ്ധിച്ചു പെരുകുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം ശുശ്രൂഷിക്കുവാൻ എത്തിയ ദൈവദാസിയെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന മാനുഷിക ശബ്ദമല്ല കർത്താവേ, ദൈവ ശബ്ദം കേൾക്കുവാൻ എൻ്റെ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനും വേണ്ട അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളെ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സമസ്ത വിഷയങ്ങളെയും എൻ്റെ പിതാവിന്റെ കരങ്ങളിൽ വയ്ക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച സുശീല സിസ്റ്റർ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കിനി നമ്മുടെ വചന ശുശ്രൂഷ അടുത്തത് സിസ്റ്റർ കൊടുക്കാനോ? സിസ്റ്റർ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇത്രത്തോളം സമയം ഹല്ലേലൂയ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. എല്ലാം പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ മക്കളും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി അടുത്ത വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണല്ലോ, അതിനായ സമയത്തെ വേർതിരിക്കുന്നു. നമ്മുടെ മധ്യവചനവുമായി കടന്നു വന്ന പ്രിയ ദേവദാസിയെ ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നന്ദിയോട് സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് വാക്കുമാറാത്ത നല്ല സ്വർഗീയപിതാവേ, ഹല്ലേലൂയ അപ്പാ. അടിയുടെ മധ്യ വചനവുമായി കടന്നു വന്ന പ്രിയ ദേവദാസിക്കായി നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്ന പച്ച. ഹല്ലേലൂയ അപ്പാ. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നൊരു വചനം ഘോഷിപ്പാൻ ദേവദാസിയെ സഹായിക്കണം അപ്പാ. ദൈവമേ, ഇന്ന് കയറിയിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയുള്ള ദൂതുകളും ആലോചനകളും കർത്താവേ ദേവദാസിയുടെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കാൻ അങ്ങേക്ക് നന്ദി പറയുന്ന പച്ച. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വചനം ഓരോ വ്യക്തികളോട് സംസാരിക്കണേ അപ്പാ. അടിയാട്ടിയോട് സംസാരിക്കുന്ന കർത്താവ് വചനം കേട്ട് കർത്താവെ അടിയങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ സ്വർഗം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രാർത്ഥന അനുഗ്രഹിക്കുക. സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അതിനെ ശുശ്രൂഷയ്ക്കായി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയ ദേവദാസിയെ ദൈവനാമത്തിൽ ക്ഷണിച്ചോളുന്നു. സ്തോത്രം. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാല് ഈ കർമ്മേൽ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസിക്ക് ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിലെല്ലാം ഉപരി ആദ്യമായി തന്നെ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് വരുവാൻ മുഖാന്തരമായ കർത്താവിന്റെ വിലയേറിയ ദാസൻ ബിനോയ് പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നാം കേട്ടതുപോലെ തന്നെ വളരെ അസ്ഥിരമായ ലോകത്തില്, ഒട്ടും സ്ഥിരമല്ലാത്ത ലോകത്തില് നമ്മെ ഇത്രത്തോളം സുരക്ഷിതരായി സൂക്ഷിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. അല്പസമയം നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മാനുഷിക ശബ്ദമല്ല, മാനുഷിക വാക്കുകളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം നാം കേൾക്കേണ്ടതിന് നമുക്ക് പിന്നെയും ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഇവിടെ ഡാളസില്, അമേരിക്കയിലെ ഡാളസ് എന്ന പ്രദേശത്ത് കുടുംബമായി ആയിരിക്കുന്നു. എനിക്ക് ഭർത്താവും 2 ആൺകുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത മകന് പഠനത്തോടും ജോലിയോടുമുള്ള ബന്ധത്തില് കർത്താവിന്റെ വേല ചെയ്യുന്നു. 2ാമത്തെ മോന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
ഞങ്ങളിവിടെ ഡാളസ് ചർച്ച് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിൽ കർത്താവിനെ ആരാധിച്ചു വരുന്നു. ഞങ്ങൾ അലാവോളം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചും അതിനുവേണ്ടി ശ്രമിച്ചും കൊണ്ടിരിക്കുന്നു. പിന്നെയും എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞാൻ വലിയ പ്രാസംഗികയോ വലിയ കഴിവുള്ള ആളോ ഒന്നുമല്ല. കർത്താവ് എന്ത് തരുന്നോ, പരിശുദ്ധാത്മാവ് എന്ത് തരുന്നോ അതിന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. മാനുഷ്യമായിട്ടൊന്നും പറയുവാൻ എനിക്ക് ആഗ്രഹമില്ല. കർത്താവിൻ്റെതല്ലാത്ത ഒരു വാക്ക് പോലും വരാതെ ദൈവസന്നിധിയിൽ എന്നെ പിന്നെയും സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു വചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാന് കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. കർത്താവെ, അവിടുത്തെ അത്യന്ത ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് പകൽക്കാലം ആരൊക്കെ ആവശ്യഭാരത്തോടെ ആയിരിക്കുന്നുവോ അവരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസ്തവമായി സംസാരിക്കണമേ. ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ദൈവമേ, ഹല്ലേലൂയ, അങ്ങ് വചനം അയച്ച് വിടുവിക്കുന്ന ദൈവമാ. ആ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടപ്പ. അടിനെ സമ്പൂർണമായി താഴ്ത്തുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പകൽക്കാലം മുഖവരെ ഒന്നും പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. ദൈവവചനത്തിലേക്കും എന്റെ സാക്ഷ്യത്തിലേക്കും കടക്കട്ടെ. എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കുവാൻ കഴിയുകയില്ല. പുസ്തകങ്ങൾ എഴുതിയാൽ തീരത്തില്ല. അതും അത്രമാത്രം സാക്ഷ്യങ്ങളുടെ ഒരു പുസ്തകമാണ് എന്റെ ജീവിതം. 71-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ പലർക്കും അത്ഭുതമായിരിക്കുന്നു. എന്നാൽ എനിക്കിന്ന് പകൽക്കാലം പറയുവാനുള്ളത്, എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കുന്നു. അത്രമാത്രം ദൈവപ്രവർത്തികൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 1987 ഈ കർത്താവിനെ അറിയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ദൈവം ആരെന്നോ കർത്താവ് എൻ്റെ പ്രവർത്തികൾ എന്തെന്നോ ഒന്നും അറിയാതിരുന്ന സമയത്ത് എൻ്റെ 14-ാമത്തെ വയസ്സിൽ കർത്താവ് എന്നെ തേടിയെത്തിയതാണ്. എൻ്റെ കുടുംബത്തെ തേടിയെത്തിയതാണ്. എൻ്റെ സ്വദേശം കോട്ടയത്ത് മറ്റക്കര എന്ന പ്രദേശത്താണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകളായിട്ട് ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ പിതാവ് ലോകത്തില്ല. 2016 എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ മാതാവുണ്ട്. സഹോദരി കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എൻ്റെ പിതാവ് യാക്കോബായ കുടുംബത്തിൽ കടുത്ത യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കർത്താവിനെ അറിയുവാനിടയായത്. യാതൊരു സാധ്യതയും ദൈവവചനം അറിയുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നു. കാരണം എൻ്റെ പിതാവ് അത്രമാത്രം ദൈവവചനത്തോട് മറുതലിച്ചു നിന്ന വ്യക്തിയാണ്. ഒരിക്കൽ പെന്തക്കോസ്തുകാരെന്ന് കേട്ടാല് ഏറ്റവും കയ്പുള്ള ഒരു വസ്തു പോലെ എൻ്റെ പിതാവ് കണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പിതാവിന്റെ ആഗ്രഹം ഒരു യാക്കോബായ പുരോഹിതനാകണമെന്നായിരുന്നു. അതിനുവേണ്ടി താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അതൊന്നും വിജയിച്ചില്ല. കർത്താവ് തന്നെ കണ്ടിരുന്നു. മുളന്തുരുത്തിയുടെ പ്രദേശത്താണ് എൻ്റെ പിതാവിന്റെ സ്വദേശം. അവിടെ നിന്ന് കർത്താവ് പറിച്ചു നട്ടതാണ് മറ്റക്കരയുടെ പ്രദേശത്തേക്ക്. അങ്ങനെ യാക്കോബായ ബാക്ക്ഗ്രൗണ്ടില് വളരെ ശക്തിയോടെ ഓമല്ലൂർക്ക് നടന്നു പോവും, പരുമലയ്ക്ക് നടന്നു പോവും, മണർകാട്, അങ്ങനെ എല്ലാ നിലയിലും പിതാവ് വളരെ ശക്തിയോടെ ഞങ്ങളെയും അതിനായിട്ട് ഉത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ കർത്താവിന് എന്നെ പറ്റി പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അന്നും അതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നത് കൊണ്ട് പിതാവിനെ ഭയപ്പെട്ട് മാത്രം ആ കാര്യങ്ങളിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്നാൽ എൻ്റെ മാതാവ് വളരെ നേരത്തെ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്, വിവാഹത്തിന് മുൻപ് തന്നെ. എന്നാൽ എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും എൻ്റെ മാതാവിന് അങ്ങനെ ഒരു കാര്യം പോലും അവിടെ വേണ്ടുവാൻ സാധ്യമല്ല. കാരണം എൻ്റെ പിതാവ് അത്രമാത്രം സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ഇരിക്കെ ചെയ്ത് സെപ്റ്റംബർ 1987 സെപ്റ്റംബറിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എൻ്റെ മാതാവിന്റെ സഹോദരിയോടൊപ്പം വേറൊരു ആന്റിയും കൂടി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവ് അയച്ചതാണ്. സുവിശേഷം അറിയിക്കുവാൻ കടന്നു വന്നു. എന്നാൽ എൻ്റെ പിതാവിന് അത് ഇഷ്ടമായില്ല. അവരെ സുവിശേഷം പറയുവാനോ ഒന്നും സമ്മതിച്ചില്ല. അന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്ത വേദനയുണ്ടാകുവാനിടയായി. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ പിതാവിന്റെ കുടുംബം പരുമല തിരുമേനിയുടെ കുടുംബമാണ്. അതുകൊണ്ട് യാതൊരു നിലയിലും അവിടെ നിന്ന് കർത്താവിനെ അറിയുവാനുള്ള ഒരു സാധ്യതയുമില്ല. പിതാവ് ആ പ്രാർത്ഥനകൾക്കൊന്നും മുടക്കം വരുത്തത്തില്ല. അതോടൊപ്പം തന്നെ പിതാവ് സ്വന്തമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയും ഉപവസിക്കുന്ന രീതിയും ഒക്കെയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവിന്റെ ശരീരത്തിന് വളരെ അസ്വസ്ഥതകൾ, അതായത് തലവേദനയുടെ കഠിനമായ പ്രയാസം ഉണ്ടായിരുന്നു.
എൻ്റെ ഫാദർ ഒരിക്കലും ഒരുപാട് നേർച്ചകള് കാഴ്ചകള് അതിനുവേണ്ടി ഉപസിക്കുക അങ്ങനെ തന്നാലാവോളം എല്ലാം ചെയ്തു. എൻ്റെ മമ്മിക്ക് ബ്ലഡ് പ്രഷറിന്റെ കഠിന പ്രയാസം, അങ്ങനെ കുടുംബത്തില് വളരെ അസമാധാനത്തിൻ്റെതായ അനുഭവങ്ങളിൽ കൂടി ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള്. എൻ്റെ പിതാവ് വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. എന്നാൽ തൻ്റെ ബിസിനസ് ജോലിയോടുള്ള ബന്ധത്തിലുള്ള പ്രതികൂലങ്ങളൊക്കെ നിമിത്തം അതെല്ലാം നഷ്ടമായി. ഇന്നെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതെല്ലാം കർത്താവിന്റെ പദ്ധതിയായിരുന്നു എന്ന്. അങ്ങനെയാണ് മറ്റക്കരയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നത്. അങ്ങനെ അതിനിടയ്ക്ക് സൗദി അറേബ്യക്ക് പോയി. അവിടെ വെച്ച് അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം ട്രീറ്റ് ചെയ്തു. എന്നാൽ അതിനൊന്നും ഒരു വിടുതലും ഇല്ലായിരുന്നു. നാട്ടിൽ വന്ന എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ഞാൻ കാണുമ്പോൾ, ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ പപ്പ രണ്ട് ദിവസത്തെ മെഡിസിൻ ഒന്നിച്ചെടുത്ത് കഴിച്ചിട്ട് കയറി കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. തലവേദന എടുത്ത് അങ്ങനെ മാറ്റമില്ലാത്ത തലവേദന, അങ്ങനെ മാറ്റമില്ലാത്ത അസമാധാനത്തില് ഇങ്ങനെ പോകുന്ന സമയത്ത് സെപ്റ്റംബറിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പരിമല തിരുമേനിയുടെ കുടുംബമായിട്ട് പരിമല തിരുമേനിക്ക് വിടുവിപ്പാൻ കഴിയത്തില്ലയോ? ഇത്രമാത്രം കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഈ കുടുംബത്തെ രക്ഷിപ്പാൻ ആരുമില്ലയോ എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ചെയ്ത് ഞങ്ങൾ സ്കൂളിൽ ഞാനും എൻ്റെ അനിയത്തിയും സ്കൂളിൽ പഠിക്കുന്നു. ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ബസ്സിനാണ്, ലൈൻ ബസ്സിനാണ്. ഒരു 87 ഒക്ടോബറിൽ ഒരു ദിവസം ഞങ്ങൾ സ്കൂളിൽ പോയി. അതിന് വൈകിട്ട് ഞങ്ങൾ 4:30-ക്കാണ് ഞങ്ങളുടെ സ്കൂളിന്റെ അവിടെ ബസ് വരുന്നത്. ആ ബസ്സിൽ കയറും. ഞങ്ങളുടെ ജംഗ്ഷനിൽ മണ്ണൂർപ്പള്ളി എന്ന് പറയും, ആ ജംഗ്ഷനിൽ ഞങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു വരും. അതാണ് പതിവ്. അന്നും അതുപോലെ ആ ദിവസം ഞങ്ങൾ സ്കൂളിൽ ബസ്സിൽ കയറി. വളരെ തിരക്കാണ്. ഈ ബസ് കട്ടപ്പനയിൽ നിന്ന് ഏറ്റുമാനൂർക്ക് പോകുന്ന ബസ്സാണ്. വളരെ തിരക്കുണ്ട്. ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ബസ്സിൽ കയറി ഞാൻ ഡ്രൈവറുടെ ഓപ്പോസിറ്റ് പെട്ടിപ്പുറത്തുള്ള സീറ്റിൽ വന്നിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റോപ്പ് അടുക്കുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ ആ സീറ്റിൽ നിന്ന് മാറി നടുക്കോട്ട് ഇറങ്ങേണ്ടതാണ്. ഭയങ്കര തിരക്കാണ് ബസ്സിൽ. അങ്ങനെ നിന്നു. അപ്പോഴേ ഓപ്പോസിറ്റിൽ നിന്ന് ഇറങ്ങുവാൻ സ്റ്റോപ്പിനോട് ഏതാണ്ട് 2 മിനിറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, 1 മിനിറ്റ് താഴെ മാത്രം സമയമുള്ളപ്പോൾ ഓപ്പോസിറ്റിൽ നിന്നൊരു ബസ് വന്നു. ഈ ബസ്സിന് സൈഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് കൊടുത്തത്, ഞങ്ങളുടെ ബസ് സൈഡ് കൊടുക്കുന്നത് തന്നെ വളരെ സ്പീഡിലാണ്, കാരണം ബസ് ഓൾറെഡി ലേറ്റ് ആയി. ഞാൻ ഇത്രമാത്രം ഓർക്കുന്നുണ്ട്, പോയല്ലോ എന്നൊരു ശബ്ദം കേട്ടു. ഈ ബസ്, ഞങ്ങൾ വന്ന ബസ് താഴെ കയ്യാലെയാണ്, താഴേക്ക് മറിയുവാനിടയായി. 3 പ്രാവശ്യം മലക്കം മറിഞ്ഞ് ഈ തിങ്ങ് നിറഞ്ഞ ഈ ജനക്കൂട്ടവുമായി ഈ ബസ് മലക്കം മറിഞ്ഞ് താഴേക്ക് വീഴുവാനിടയായി. ബസ്സിന്റെ വീല് 4 മേളിലും മേൽവശം അടിയിലും. ഒരു സൈഡ് കയ്യാലയോട് ചേർന്ന് ഷട്ടറുകളെല്ലാം കംപ്ലീറ്റ് അടഞ്ഞു പോയി. വെളിയിലിറങ്ങുവാൻ ഒരു രക്ഷയുമില്ല. അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യം, ഞാൻ ആ പെട്ടിപ്പുറത്തിരുന്നിടത്ത് നിന്ന് ഞാൻ തടുക്കോട്ട് മാറി നിന്നല്ലോ. അപ്പോൾ അവിടെയെല്ലാം വളരെ ചൂടിന്റെ അനുഭവം, ഇരുട്ട്, കരച്ചില്, ആകമാനം പ്രയാസങ്ങള് എല്ലാം. മറ്റേ ബസ്സിലെ ആൾക്കാരും കൂടെ എല്ലാം ചാടി ഇറങ്ങി ഞങ്ങളെല്ലാം ഷട്ടറിൽ നിന്ന് വലിച്ചെടുത്തു. ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ട്. ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണെന്ന് നോക്കണം. ആ ബസ് ആക്സിഡന്റ് അന്നത്തെ കാലത്ത് കോട്ടയം കണ്ടതിൽ ഏറ്റവും വലിയ ബസ് ആക്സിഡന്റ് ആയിരുന്നു അത്. അതിനകത്ത് ഞാനിരുന്ന സ്ഥാനത്തിരുന്ന അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ഒരു കുട്ടി ആ സ്ഥാനത്തോട്ട് പോയിരുന്നു. ആ കുട്ടി അവിടെ വീണ് കിടന്ന് എല്ലാവരും ആ കുട്ടിയുടെ പുറത്ത് ചവിട്ടി. റേഡിയേറ്ററിൽ നിന്നുള്ള വെള്ളം, തിളച്ച വെള്ളവും എണ്ണയും കൂടെ വീണ് മരിപ്പാനിടയായി തീർന്നു. വേറൊരു കൊച്ചുകുട്ടി, ആ 2 പിള്ളേർ ആ ആക്സിഡന്റിൽ മരിച്ചു. അനേകർക്ക് പരിക്കുകൾ, കൈകാലുകൾ ഒടിഞ്ഞു, പല്ല് പോയി, അങ്ങനെ മാനസികമായ നിലകളിൽ വ്യത്യാസം വന്നു. അങ്ങനെയെല്ലാം പല വിഷയങ്ങൾ. കുറേ ദിവസങ്ങളിലേക്ക് സ്കൂൾ അടച്ചിട്ടു. ഞങ്ങളുടെ പുസ്തകം, ബുക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ പ്രിയ ദൈവമക്കളെ, എനിക്ക് പറയുവാനുള്ളത്, ഞാനും എൻ്റെ സഹോദരിയും ധരിച്ചിരുന്ന വെള്ളയും നീല യൂണിഫോം, ആ വെള്ള ഷർട്ടില് ഒരു തുള്ളി രക്തം പോലും, ഒരു രക്തക്കറ പോലും പറ്റാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. അവിടെ നിന്ന് ഞങ്ങളെ മെഡിക്കൽ കോളേജിലെല്ലാം കൊണ്ടുപോയി, ചെക്കപ്പിനെല്ലാം കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന പോയിന്റിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അവിടെ വെച്ച് അവരെല്ലാവരും പറഞ്ഞു, ആക്സിഡന്റിലുള്ളവരെല്ലാവരും പേരെഴുതി തരണം, അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അന്നത്തെ കാലത്ത് ചെറിയ പോറലിന് പോലും നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. അങ്ങനെ ഞങ്ങളുടെയും പേരുകളെല്ലാം എഴുതിയെടുത്തു. അങ്ങനെ തിരിച്ച് ഭവനത്തിൽ വന്നു. രാത്രിയായി. ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് അന്ന് എൻ്റെ പിതാവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റാതെ സൂക്ഷിച്ചത് ദൈവം മാത്രമാണ്. അങ്ങനെ
ആ ദിവസം കഴിഞ്ഞ്, അതൊരു ബുധനാഴ്ചയായിരുന്നു, ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ന് നമുക്ക് വാകത്താനത്ത് ചർച്ച് ഓഫ് ഗോഡില് പാതിപ്പള്ളി കുഞ്ഞാറാച്ചായന്റെ കൂടെ ആരാധനയ്ക്ക് പോകാം. അതായത് എൻ്റെ മമ്മിയുടെ വല്യപ്പച്ചന്റെ അനിയനാണ്. അവിടേക്ക് ആരാധനയ്ക്ക് പോകാം. ആരും ക്ഷണിക്കാതെ, ആരും പറയാതെ എൻ്റെ പിതാവ് അങ്ങനെ പറഞ്ഞു. അന്ന് ഞങ്ങൾ അവിടേക്ക് കടന്നു ചെന്നു. അങ്ങനെ പിതാവ് അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. അതേ തുടർന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് പിതാവ് ആദ്യം ചെയ്തത്, ഞങ്ങളുടെ പേരിൽ എഴുതി കൊടുത്ത, പരിക്ക് പറ്റിയെന്ന് എഴുതി കൊടുത്തത് തിരിച്ചു എന്ന് മാറ്റി. കർത്താവ് എന്നോട് പറഞ്ഞു, അത് ചെയ്യണ്ട, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും വന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് നിരസിപ്പാനിടയായി തീർന്നു. അതിനുശേഷം ഡിസംബർ 5-ാം തീയതി കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിന് കഠിനമായ തലവേദന, കഠിനമായ പ്രയാസങ്ങൾ, ഭാരങ്ങൾ. അപ്പോൾ ഈ സ്നാനപ്പെടുവാൻ കടന്നു പോകുമ്പോഴും ഗുളിക പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. കാരണം തണുത്ത വെള്ളം തലയിൽ തൊടുവാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മാതാവ് ചോദിച്ചു എങ്ങനെയായി തീരും എന്നൊക്കെയുള്ള ഭാരങ്ങളും സംസാരങ്ങളും വന്നു. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആ സ്നാനപ്പെടാൻ നേരത്ത് ആ ഗുളിക എടുത്ത് കരയ്ക്ക് വെച്ചിട്ടാണ് സ്നാനപ്പെടാൻ ഇറങ്ങിയത്. തിരിച്ച് സ്നാനപ്പെട്ട് കയറി മരിക്കുന്ന സമയം വരെ കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ എൻ്റെ പിതാവിന് ദൈവം കൃപ കൊടുത്തു. രോഗശാന്തിയിൽ ഉറച്ചു നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. അത്രമാത്രം വലിയൊരു പ്രവൃത്തി അവസാന നാളുകളോളം ആ കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. ഞാനൊന്ന് പറയട്ടെ, കർത്താവിന് വേണ്ടി നിന്നു. അതുകൊണ്ട് ഞങ്ങളെ കർത്താവ് മാനിച്ചു. അവസാനം വരെ ഞങ്ങളുടെ പേര് അവസാനമായപ്പോൾ എൻ്റെ പിതാവിന്റെ ഓർമ്മയ്ക്ക് കുറവ് വന്നു. എന്നാൽ ഞങ്ങളുടെ പേര് മറന്നു. പക്ഷെ അപ്പോഴും പ്രാർത്ഥിക്കുവാനും സ്തോത്രം എന്ന വാക്ക് പറയുവാനും ഒന്നും എൻ്റെ പിതാവ് മറന്നില്ല. എൻ്റെ മാതാവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നാൽ ശരീരത്തിന് ക്ഷീണമൊക്കെയും ഉണ്ട്. പ്രാർത്ഥനയിലൊക്കെ ഭവനത്തിലായിരിക്കുന്നു. അങ്ങനെ അവസാനം വരെ കർത്താവിന് വേണ്ടി നിന്ന് ദൂതന്മാർ എൻ്റെ ചുറ്റും നിൽക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു പോകുവാൻ, കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുവാൻ എൻ്റെ പിതാവിനെ ദൈവം സഹായിച്ചു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിന്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ് ഞാൻ ദൈവവചനത്തിലേക്ക് വരട്ടെ. ഇന്ന് വായിച്ച ദൈവവചനത്തില് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് നാം വായിച്ചത്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. പ്രിയ ദൈവമക്കളെ, ഇതും എൻ്റെ സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു വാക്യമായിരുന്നു ഇന്ന് പകൽക്കാലം ശുശ്രൂഷിപ്പാനായി എടുത്തത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ചില കെട്ടപ്പെട്ട ജീവിതങ്ങൾ, ചില സ്റ്റക്കായി നിൽക്കുന്ന അനുഭവങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ട്. അവർക്കൊരു വിടുതൽ ആവശ്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന ചില അനുഭവങ്ങൾ, റീഖബാര ബൗഷറ ഖമാന ബൗഡാന്തര, ഇന്ന് പകൽക്കാലം തീച്ചൂളയുടെ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ ദൈവമേ ഞാൻ എങ്ങനെ പുറത്തിടങ്ങുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയട്ടെ, ഒരു കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടലിനെ വിഭാഗിച്ചു എങ്കിൽ അതേ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർപ്പിക്കുന്നു. പലയിടത്തും പുറത്തിറങ്ങുവാൻ കഴിയുകയില്ല. ഞാൻ ആരുടെയും പേര് വിളിച്ചോ ദൂത് പറയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തരുന്ന ചില ആലോചനകൾ ഇന്ന് പകൽക്കാലം ഞാൻ കൈമാറുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഒരിക്കലും ഇത് നടക്കത്തില്ല. മനസ്സിന്റെ അടിപ്പലകളിൽ കുറിച്ചിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ വിടുതലുകൾ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ, വചനം വിശ്വസിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം വിടുതൽ ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് പലതും ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. പലപ്പോഴും നാം ദൈവപ്രവൃത്തിക്ക് ലിമിറ്റ് വെക്കുക, ഞാൻ ഉൾപ്പെടെ. ഞാനിത് പറയുമ്പോൾ നിങ്ങളോട് മാത്രമല്ല എന്നോടും കൂടെ ദൈവാത്മാവ് പറയുന്നത്, പലപ്പോഴും നാം ദൈവപ്രവൃത്തിക്ക് ലിമിറ്റ് വെക്കുക. പലപ്പോഴും നമ്മുടെ അവിശ്വാസങ്ങൾ, നമുക്ക് വിശ്വാസമുണ്ട്, എന്നാൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ നാം അറിയാതെ തന്നെ പുറപ്പെട്ടു വരുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്ക് തടസ്സമായി മാറുകയാണ്. ദൈവമക്കളെ, പലപ്പോഴും നാം ചിന്തിക്കും, ഇത് എനിക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്യും. നാം ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ പരിധിക്കകത്ത് ഒതുക്കുകയാണ്. ഇന്ന പോലെ കർത്താവ് പ്രവർത്തിക്കണം. എന്നാൽ നാം വിട്ടുകൊടുക്കുമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ, കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്താല്, ആ കാനാവിലെ കല്യാണ വീട്ടില് കടന്നു ചെന്ന് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് പൂർണ്ണപ്പെടുത്തൽ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. കർത്താവ് ദർശനങ്ങളിൽ കൂടി, വെളിപ്പാടുകളിൽ കൂടി ഇന്നത് ചെയ്യ, ഇന്നതുപോലെയാണ് എന്ന് പറഞ്ഞ് ചില സംസാരിച്ച വിഷയങ്ങളിൽ മേല്
പൂർണ്ണമായിട്ട് വിടുതൽ അനുഭവിപ്പാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്ക് തന്നെ അത്ഭുതമാ. അതുപോലെ സാക്ഷ്യം കർത്താവ് ഓരോ ദിവസവും സംസാരിച്ച് ദൈവശബ്ദം കേൾപ്പിച്ച് നടത്തുന്ന സാക്ഷ്യം മാത്രമേ എനിക്ക് പറവാനുള്ളൂ. ദൈവവചനത്തില് ഈ ഞാൻ വായിച്ച ഭാഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം അതറിയാൻ പാടില്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. എന്നാൽ ദാനിയേലിന്റെ തീരുമാനം, ആ തീരുമാനത്തിലെ കർത്താവ് പ്രവർത്തിച്ചു. ഇന്ന് പകൽ കർത്താവ് എന്നോട് പറഞ്ഞത്, ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടിയും തീരുമാനവും ചെയ്ത് നാം മുന്നേറുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മൾ ചിലത് ചെയ്യുവാൻ കഴിയും. ഞാൻ ഈ ഇന്നലെ പകൽക്കാലവും ദൈവസന്നിധിയിൽ ഉടമ്പടിയും തീരുമാനവും ചെയ്തതിന്റെ വിടുതൽ ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന വിഷയത്തില് ഉടമ്പടി തീരുമാനമെടുത്ത് മുന്നേറുന്നുവെങ്കിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. ഞാൻ പറയട്ടെ, പലപ്പോഴും നാം തീരുമാനമെടുക്കും, ഞാൻ ഉൾപ്പെടെ. ഞാൻ പറയുമ്പോൾ നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടെ. 4 വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ തള്ളവിരൽ എന്റെ നേരെ തന്നെ ചൂണ്ടി. ആ ഭയത്തോടെ ഞാൻ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. നാം പലപ്പോഴും തീരുമാനമെടുക്കും, എന്നാൽ ഒരിക്കൽ പോലും നമുക്ക് തീരുമാനത്തിൽ നിലനിൽപ്പാൻ കഴിയത്തില്ല. അത് നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയൊരു വീഴ്ചയാണ്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ദാനിയേലിനെ പോലെ ചിലതിനോട് വേർപെട്ടിരിക്കുമെങ്കിൽ, ചിലതിൽ നിന്ന് വേർപാട് പാലിക്കുമെങ്കിൽ, ചിലതിനു വേണ്ടി തീരുമാനമെടുത്ത് നിൽക്കുമെങ്കിൽ ദൈവം തീർച്ചയായും മാനിക്കും. ഒരു സാധ്യതയില്ലാത്തത്. ഞാനൊരു പല സാക്ഷ്യങ്ങൾ എനിക്കുണ്ട്. അടുത്തത്, ഞാൻ ഒരു സാധ്യതയില്ലാത്ത എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു വലിയ വിടുതലോടി പറയുവാൻ ആഗ്രഹിക്കുക. എന്റെ 2ാമത്തെ മോന് 20 വയസ്സ് കഴിഞ്ഞ് കർത്താവ് അനുവദിച്ചാൽ ഈ ജൂൺ 18-ന് 21 വയസ്സാകുക. അവന് 21 വയസ്സും എന്റെ ആയുസിനോട് 21 വർഷവും കർത്താവ് കൂട്ടിത്തന്നു. അതാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സാക്ഷ്യം. അതായത്, ലോകം വിധി എഴുതി ഇങ്ങനെ ഒരു പൈതലും ഇങ്ങനെ ഒരു അമ്മയും ഇല്ല. മെഡിക്കൽ സയൻസ് വിധി എഴുതി ഇങ്ങനെ ഒരു അമ്മയും മോനും ഇല്ല. ഒന്നുകിൽ അമ്മയെ കിട്ടും, അല്ലെ കുഞ്ഞിനെ കിട്ടത്തില്ല. അഥവാ ഈ കുഞ്ഞുണ്ടായാൽ കണ്ണിന് കാഴ്ചയില്ലാത്തവനായി ഉണ്ടാകും. ഇതൊക്കെയായിരുന്നു മെഡിക്കൽ സയൻസ് പറഞ്ഞ വാദഗതികൾ. ഞാനൊരു നേഴ്സാണ്, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഒരിക്കലും മെഡിക്കൽ സയൻസിന്റെ വാദഗതി തെറ്റാണെന്ന് പറയത്തില്ല, അതൊരു ഫാക്റ്റാണ്. എന്നാൽ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിനകത്താണ്. നമ്മൾ കടന്ന് വിശ്വസിക്കുമ്പോൾ, ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ നാം നിൽക്കുമെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് 1997 സൗദി അറേബ്യയിലേക്ക് പോയി. എൻ്റെ ഹസ്ബൻഡ് അവിടെ ആയിരുന്നു. ഞാൻ അവിടെ ചെന്ന് ജോലി പ്രവേശിച്ചു. 2004 ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും അവിടെയും കർത്താവിന്റെ കൃപയാൽ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ സൗണ്ട് പ്രൂഫ് ഒക്കെ ചെയ്ത് ഭവനം തുറന്നു കൊടുക്കുവാനും വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ശക്തമായ കർത്താവിന്റെ സന്നിധിയിൽ അവിടെ നിൽക്കുന്ന ഒരു കൂട്ടം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ചെയ്ത് 2004 ഏതാണ്ട് സെപ്റ്റംബർ ടൈം ആയപ്പോൾ ഞാൻ ഒരു രാത്രിയിൽ ഒരു ദർശനം കാണുവാനിടയായി തീർന്നു. ആ ദർശനം ഇങ്ങനെയാണ്. ഞാൻ ഒരു തൂക്കുപാലം, ഒരു ന്യൂബോൺ ബേബിയെ എടുത്തുകൊണ്ട് ഞാൻ ഒരു തൂക്കുപാലം കടക്കുന്നു. ആ തൂക്കുപാലത്തിന്റെ അടിയിൽ കൂടെ കലങ്ങി മറിയുന്ന ആറ്, ഭയങ്കരമായിട്ട് കലങ്ങി മറിയുന്ന ആ എരമ്പൽ എൻ്റെ ചെവിക്കകത്ത് കേൾക്കാം. 2 സൈഡിലും ഘോരവനം. ഈ ഘോരവനത്തിൽ നിന്ന് വന്യമൃഗങ്ങള്, കാട്ടുജീവികളെല്ലാം ഇറങ്ങി വന്നു, ഓലിയിടുന്നു, സിംഹം അലറുന്നു. പക്ഷെ ഞാൻ ഈ വളരെ അൺസ്റ്റേബിൾ ആയി ആടിക്കൊണ്ടിരിക്കുന്ന ഈ പാലത്തിൽ കൂടെ ഞാൻ ഈ ന്യൂബോൺ ബേബിയുമായി അക്കരെ കടന്ന് ആ അക്കരയിൽ എത്തുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് എന്നെ കണ്ണു തുറന്ന് നോക്കുന്നു. ഇതായിരുന്നു ആ സ്വപ്നം, ആ ദർശനം ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്, എന്താണ് ഒന്നും അറിയില്ല. അതിൻ്റെ കൂടെ അടുത്ത ഒരു ദിവസം ഒരു കാര്യം കൂടെ കർത്താവ് കാണിച്ചു. യൂട്രസിനകത്ത് വള്ളികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞ്. അപ്പം അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ല. ഇങ്ങനെ ഈ 2 വിഷയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച് എന്താണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ നവംബർ ഡിസംബറോടെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലായിരുന്നു, വളരെ നോർമൽ ഡെലിവറി ആയിരുന്നു. എന്നാൽ 2ാമത്തെ പ്രഗ്നൻസി തുടങ്ങിയ സമയം മുതൽ എൻ്റെ കാലിന് അതികഠിനമായ വേദന തോന്നി. നോക്കിയപ്പോൾ വളരെ വെരിക്കോസ് വെയിൻ്റെ വളരെ പ്രയാസം. പക്ഷെ എനിക്ക് ഭാരമൊന്നും തോന്നിയില്ല, കാരണം ഞാൻ ഇഷ്ടംപോലെ പേഷ്യൻസിനെ കാണുന്നതാണ്. വെരിക്കോസ് വെയിൻ എല്ലാവർക്കും വരും, പ്രഗ്നൻസി വരും. അതിൻ്റെ കൂടെ ഞാൻ ലേബർ ആൻഡ് ഡെലിവറി
ആ സെക്ഷനിലെയും ഒക്കെ ഡ്യൂട്ടിയിൽ, നിയോനെറ്റിലൊക്കെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് വളരെ സമയം നിൽക്കുന്ന ഡ്യൂട്ടിയാണ്. അതിൻ്റെയൊക്കെ ആയിരിക്കുമെന്നുള്ള നിലയിൽ ഞാൻ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. എന്നാൽ മുന്നോട്ട് ചെല്ലും തോറും ഇത് അതികഠിനമായി ഭാരമായി വന്നു. ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് വളരുന്നതിനേക്കാൾ സ്പീഡിൽ ഈ വെരിക്കോസ് വെയിൻ വളരുവാൻ തുടങ്ങി. വളരെ എൻ്റെ കാലിന് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പ്രോമിനന്റ് ആയിട്ട് ഈ വെയിൻ എല്ലാം നിൽക്കുന്നതും അതോടൊപ്പം അത് വളരെ ഭാരമായി. അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. അവർ സർജന് റെഫർ ചെയ്തു. എന്നെ കണ്ടിട്ട് പറഞ്ഞു ഇതിനകത്ത് ബ്ലഡ് ക്ലോട്ട് ആവും, ഡോപ്ലർ അൾട്രാസൗണ്ട് ചെയ്തു, ബാക്ക് ഫ്ലോ ഉണ്ട്, അതുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് ആവും. ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനായിട്ട് ലോ മോളിക്കുലാർ ഹെപ്പരിൻ, ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള മെഡിസിൻ എടുക്കണം. അതിന്റെ സൈഡ് ഇഫക്റ്റ് അറിയാവുന്നത് കൊണ്ട് ഞാനത് നോ എടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ, ഞാനാണെങ്കിലും ഇപ്പോൾ ഇപ്പൊ പേഴ്സണൽ ലൈഫിലല്ല, ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു പേഷ്യന്റിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് അവർ നോ പറയുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ആ പേഷ്യന്റിനെ നോൺ കംപ്ലൈന്റ് നമ്മൾ എഴുതും. അതുപോലെ അവരെഴുതി. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്നു. എന്നാൽ ഇത് ദിവസം തോറും ഭാരമായി തീർന്നു. അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ അവർ പറഞ്ഞു സർജറി ചെയ്യണം. ഇപ്പം ദൈവമക്കളെ നിങ്ങൾ ചിന്തിക്കണം, സർജറി ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് വളരുന്നു, സർജറിക്ക് പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനും ആദ്യം ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു സർജറി ചെയ്തില്ല എങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും, വളരെ പ്രയാസമായി തീരും, അതുകൊണ്ട് സർജറി ചെയ്യുന്നതാണ് നല്ലത്. ഇതൊന്നും സാധ്യമല്ലാതെ ആണെങ്കിൽ അവര് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയാൽ അമ്മയ്ക്കും കുഞ്ഞിനും ഭാരമായി തീരും എന്നവർ പറയുവാനിടയായി തീർന്നു. ടെർമിനേഷൻ ചെയ്ത സൗദിയിൽ അങ്ങനെ ഒരു കാര്യം അവർ പറയുന്നതല്ല, എന്നാൽ കാരണം അവർക്കത് വിരുദ്ധമാണ്. എന്നാൽ എൻ്റെ സ്ഥിതി വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അങ്ങനെ 20 വീക്സ് ആയപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോൾ സർജറി ചെയ്തേ പറ്റൂ. വേറൊരു ഓപ്ഷൻ എൻ്റെ മുൻപിലില്ല. എൻ്റെ മാതാപിതാക്കളില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത മകനും മാത്രമേ ഉള്ളൂ. സഭ ദൈവമക്കളുണ്ട്, കുറച്ച് ദൈവമക്കൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കുന്ന കുറച്ച് ദൈവമക്കളുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. എന്നാൽ വേറെ നിവൃത്തിയൊന്നും എൻ്റെ മുൻപിലില്ല. എൻ്റെ ജീവൻ പോലും അപകടത്തിലേക്ക് നീങ്ങുന്നെന്നുള്ള സ്ഥിതിയിൽ ഞാൻ സർജറിക്ക് വേണ്ടി തയ്യാറായി. അങ്ങനെ സർജറിക്ക് മുൻപോട്ട് തയ്യാറായി. അവരെന്നോട് പറഞ്ഞു 2 മണിക്കൂർ ജനറൽ സ്പൈനൽ അനസ്തീഷ്യയിൽ സർജറി ചെയ്യാൻ. ഇവിടെ പലരും നേഴ്സുമാരുണ്ടായിരിക്കുമല്ലോ. സ്പൈനൽ അനസ്തീഷ്യയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അതിന് സമ്മതിച്ചു. അങ്ങനെ രാവിലെ, സർജറിയുടെ അന്ന് രാവിലെ, എൻ്റെ ഹസ്ബൻഡിന് സൗദി അറേബ്യയിലെ രീതിയിൽ അവധിയൊന്നും എടുത്ത് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറ്റത്തില്ല. കാരണം ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ, വളരെ അത്യാവശ്യമായി പോകേണ്ട ദിവസമാണ്. ഞാൻ തനിയെ എന്നെ കൊണ്ടാക്കിയിട്ട് അദ്ദേഹം ജോലിക്ക് പോയി. മൂത്ത മോനെ ബേബി സിറ്റിങ്ങിലാക്കി, പൈതലും എന്നോടൊപ്പം ഇല്ല. അങ്ങനെ ഞാൻ സർജറിക്കായി അവിടെ കടന്നു ചെന്നു. ദൈവമക്കളെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം തീച്ചുള്ളയുടെ അനുഭവം. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ കാലിലൊക്കെ മാർക്കിട്ടു, വെരിക്കോസ് വെയിന് മാർക്കിട്ടപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവര് ഡോപ്ലർ ചെയ്തിട്ട് പറഞ്ഞു ഈ വെരിക്കോസ് വെയിന്റെ മുഴുവൻ ഓറിജിൻ സാധാരണ വെരിക്കോസ് വെയിൻ പോലല്ല, ഇതിന്റെ മുഴുവൻ ഓറിജിൻ പെൽവിസിലാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് എത്രത്തോളം സേഫ് ആണ് ഒന്നും അറിയത്തില്ല. അതാണ് ദൈവാത്മാവ് എന്നെ കാണിച്ചപ്പോൾ ഞാൻ ഈ ദർശനം രണ്ടും പറഞ്ഞല്ലോ. ഈ വിഷയങ്ങൾ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദർശനത്തിന്റെ മർമ്മം എന്താണ്. എന്തെല്ലാം പ്രതികൂലം വന്നാലും ഈ കുഞ്ഞ് കണ്ണു തുറന്ന് നോക്കി ഈ കുഞ്ഞിനെ സേഫായി കർത്താവിന്റെ കയ്യിൽ തരുമെന്നുള്ളത് എനിക്ക് പൂർണ്ണമായ ഉറപ്പായി. അപ്പോൾ രാവിലെ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഞങ്ങൾ ചിന്തിച്ചത് 2 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് കഴിയാമെന്ന, പക്ഷെ ഇതിന്റെ ആഴം വളരെ വലുതാണ്. ഒരുപാട് അവരെ ചിന്തിച്ചതിനേക്കാളെല്ലാം മാർക്കിട്ടപ്പോൾ അപ്പുറമാണ്. അതുകൊണ്ട് ഇത് 2 മണിക്കൂർ കൊണ്ട് തീരത്തില്ല. സ്പൈനൽ അനസ്തീഷ്യ ചെയ്യാൻ പറ്റത്തില്ല, ജനറൽ അനസ്തീഷ്യയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഓൾറെഡി കൺസെന്റ് സൈൻ ചെയ്തു, അവിടെ ചെന്നു, സർജറിക്ക് റെഡി ആയിട്ടിരിക്കുക. ഇനി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു വലിയ ധൈര്യം എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുവാനിടയായി. ഈ തീച്ചുളയുടെ മധ്യത്തിൽ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ തിയേറ്ററിലേക്ക് അവരെന്നെ കൊണ്ടുപോയി. തിയേറ്ററിൽ ചെന്ന് ഞാൻ 1 മിനിറ്റ് ഒന്നുകൂടെ കർത്താവെ ഈ കുഞ്ഞിനെയും എന്നെയും ജീവനെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക, ദൈവം സൂക്ഷിപ്പാൻ വിശ്വസ്തന എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, തിയേറ്ററിലെ ക്ലോക്കിൽ 8 മണി സമയം കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം പ്രിയ ദൈവമക്കളെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഉച്ചയ്ക്ക് 1 മണി, 5 മണിക്കൂർ ജനറൽ അനസ്തീഷ്യയിൽ. അതിലുപരിയായിട്ട് എൻ്റെ ആ വെരിക്കോസ് വെയിന്റെ പ്രത്യേകത കൊണ്ട്, അതിന്റെ സ്ഥാനത്തിന്റെ പ്രത്യേകത കൊണ്ട് കമത്തി കിടത്തിയാണ് അവർ സർജറി ചെയ്തത്. ഈ 5 മണിക്കൂർ ഞാൻ ഈ കുഞ്ഞിന്റെ മുകളിലേക്ക് കമന്ന് കിടന്നുള്ള സർജറിയാണ് അത് ചെയ്തത്. ഞാൻ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അത് എടുത്തു പറഞ്ഞത്.
അങ്ങനെ സർജറി കഴിഞ്ഞു. കണ്ണു തുറന്ന് വരുമ്പോഴേ ഞാൻ ചോദിക്കുന്നത് എൻ്റെ ബേബി എങ്ങനെയുണ്ട്, ഹൗ ഇസ് മൈ ബേബി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴവര് ഡോപ്ലറൊക്കെ ചെയ്തു. ഹാർട്ട് റേറ്റ് കേൾക്കുന്നില്ല. കാരണം ഇത്രമാത്രം അനസ്തീഷ്യ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് അവർക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കെ ചെയ്ത് അനസ്തീഷ്യ തന്ന ഡോക്ടർ എന്നോട് പറഞ്ഞു, അതിനു മുമ്പ് ഒരു കാര്യം, രാവിലെ ജനറൽ അനസ്തീഷ്യ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ തരുന്ന മെഡിസിന്റെ കോംപ്ലിക്കേഷൻ 5 മണിക്കൂർ എന്ന് അവർക്ക് അറിയത്തില്ല. തരുന്ന മെഡിസിന്റെ കോംപ്ലിക്കേഷൻ വെച്ചിട്ട് കൺജനിറ്റൽ ബ്ലൈൻഡ്നെസ്, ജന്മന കുഞ്ഞ് അന്ധനായേ ജനിക്കുകയുള്ളൂ. അതാണ് അവരെന്നോട് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് ഈ ദർശനം ദൈവാത്മാവ് എന്നെ ഓർപ്പിച്ചു. പാലം കടന്ന് ഞാൻ കടന്നു ചെല്ലുമ്പോൾ കുഞ്ഞ് കണ്ണ് തുറന്ന് എന്നെ നോക്കുന്നത്. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമായി, ആരെന്ത് പറഞ്ഞാലും ഈ കുഞ്ഞിന് കണ്ണിന് കാഴ്ചയുണ്ടാവും. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കാൻ. മെഡിക്കൽ സയൻസ് അതൊരു ഫാക്റ്റാണ്. അവർ പറഞ്ഞത് ഫാക്റ്റ് അല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു പ്രവൃത്തിയുണ്ട്. ദൈവം നിശ്ചയിച്ച ദൈവം ചെയ്യും. യഹോവ പ്രവർത്തിച്ചിരിക്കുന്നു, അത് തടുക്കും. അപ്പോൾ ആ ഒരു ധൈര്യത്തോടെയാണ് പ്രിയ ദൈവമക്കളെ ഞാൻ തിയേറ്ററിലോട്ട് പോയതും. ഉണർന്നു കഴിഞ്ഞപ്പോൾ ആ അർത്ഥബോധാവസ്ഥയിലാണ് ഞാൻ കേൾക്കുന്നത്. ബേബിക്ക് ഹാർട്ട് റേറ്റ് കേൾക്കുന്നില്ല. അപ്പോൾ അനസ്തെറ്റിസ്റ്റ് എന്നോട് പറഞ്ഞു, വി ആർ സോറി. ഉടനെ എന്റെ ഹൃദയം, അന്ന് എന്റെ ചെവിയിൽ മുഴങ്ങി കേട്ട ആ ഒരു ദൈവശബ്ദം, ഇത്രയും വർഷങ്ങൾക്ക് 21 വയസ്സാകുമ്പോഴും എന്റെ ചെവിക്കാത്ത ശബ്ദമുണ്ട്. ദൈവാത്മാവ് എന്നോട് പറയുകയാണ്, ഡോക്ടേഴ്സ് സോറി പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തുനിന്ന് ദൈവം പ്രവർത്തിക്കും. അതെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ചിലതിനോടൊക്കെ സോറി പറഞ്ഞ് ലോകം അവസാനിപ്പിച്ചെടുത്തുനിന്ന് അവിടെ നിന്ന് തുടങ്ങുവാൻ എന്റെ ദൈവം ശക്തനത്രയെ നിന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഇനി കഴിഞ്ഞു, ഇനി ഇല്ല, തലമുറയുടെ വിഷയത്തിൽ ഇനി എനിക്കൊരു വിടുതലില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, ഇല്ല, ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണാതെ വണ്ണം ചിലത് ചെയ്തെടുപ്പാൻ എനിക്ക് കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, അല്പസമയം കഴിഞ്ഞു, ഏതാണ്ട് 2-2.5 മണിക്കൂറോളം കഴിഞ്ഞ് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് കിട്ടി. എന്നെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴേ കാലിന്റെ മേള് മുതൽ താഴെ വരെ എനിക്ക് ഒരുപാട് സ്റ്റിച്ചുകളുണ്ട്. നടക്കണം, എത്രയും പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ ക്ലോട്ട് ഹാർട്ടിൽ കയറും. അതുകൊണ്ട് അവര് എന്നെ എഴുന്നേൽപ്പിച്ച് നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം, 20 വീക്സ് പ്രഗ്നൻസിയുടെ വയറ്, 2 കാലും നിറച്ച് സ്റ്റിച്ച് കീറി എല്ലാം വെച്ചിരിക്കുന്നു. 2 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. എന്നെ അവർ ആംബുലേറ്റ് ചെയ്യാൻ വന്നു. എങ്ങനെ നടന്നു എന്ന് എനിക്കിന്നും അറിയില്ല. കർത്താവിന്റെ വലിയ കൃപ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ധൈര്യം കൈവിട്ടു പോകാതെ, ദൈവത്തിന്റെ കൃപ കൈവിട്ടു പോകാതെ കർത്താവിനെ നടത്തി. അവിടെ എല്ലാം ദൈവത്തിന്റെ താങ്ങുന്ന കരം. അപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ മാനുഷികമായ നിലയിൽ ഞാൻ എന്തുവാ ചിന്തിക്കേണ്ടത്? എനിക്ക് പൂർണ്ണമായ ഒരു ആശ്വാസമായി. ഇനി എല്ലാ കാര്യങ്ങളും സ്വസ്ഥമായി ഭവനത്തിൽ പോയി ഒക്കെ ആശ്വാസമായിരിക്കാം, ഈ വേദന കഴിഞ്ഞ് ആശ്വാസമായിരിക്കാമെന്ന് ചിന്തിക്കാം. അങ്ങനെ ഭവനത്തിൽ വന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ, ഒരുപാട് സ്റ്റിച്ചുകളാണ് 2 കാലും മേള് മുതൽ താഴെ വരെ. സർജറി കഴിഞ്ഞ് എനിക്കില്ലാത്ത പ്രയാസം എനിക്ക് സ്റ്റിച്ച് എടുത്തപ്പോൾ തോന്നി. എനിക്ക് തല ഇറങ്ങിപ്പോയി. കാരണം അത്രമാത്രം എന്റെ മുട്ടിന്റെ പുറകിലായിരുന്നു ഏറ്റവും അധികം വെരിക്കോസ് വെയിൻ കിടന്നത്. അപ്പോൾ ഈ മുട്ടിന്റെ പുറകിൽ കണ്ടിന്യൂസ് മാസ്റ്റർ സ്റ്റിച്ച് ഇട്ടിരുന്നത് കൊണ്ട് അതെല്ലാം എടുത്ത സമയത്ത് എനിക്ക് തലയിറക്കമുണ്ടായി. അത്രമാത്രം കടുത്ത ശോധനയിൽ കൂടി കടന്നുപോയി. തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചു ഇതെല്ലാം ഓക്കെ ആയി. എന്നാൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഓരോ സ്റ്റിച്ചിന്റെ പുറത്തൂടെയും വെരിക്കോസ് വെയിൻ, പുതിയ വെരിക്കോസ് വെയിൻ വരാൻ തുടങ്ങി. തീച്ചുളയേക്കാൾ കഠിനമായ ശോധന. എനിക്കൊന്ന് നടക്കുവാനോ, എന്റെ കളറെല്ലാം ചേഞ്ച് ചെയ്ത് ഇതുപോലുള്ള ഈ രീതിയിൽ നിന്നെല്ലാം മാറി. കാരണം സർക്കുലേഷനെ എല്ലാം ഒത്തിരി ഇന്ററപ്റ്റ് ചെയ്തു. വളരെ ഭാരമായ ഒരു അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആദ്യത്തെ ഡെലിവറി സൗദിയിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ അവിടെ തന്നെ ഡെലിവറി ചെയ്യാം. കാരണം ആദ്യത്തെ നോർമൽ ഡെലിവറി ആയിരുന്നത് കൊണ്ട് പ്രയാസമില്ല. രണ്ടാമത്തേതും അവിടെ തന്നെ ആകാം എന്നുള്ള കണക്കൂട്ടലിലൊക്കെ മാനുഷിക കണക്കൂട്ടലുകൾ നമുക്കുണ്ടെങ്കിലും ആ കണക്കൂട്ടലുകളെ തെറ്റിക്കുന്ന ചില ദൈവപ്രവർത്തികൾ ദൈവം ചെയ്തെടുക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ചിലര് കണക്കൂട്ടലുകളും ഡേറ്റുകളും ചില കാര്യങ്ങളും എല്ലാം വെച്ചിരിപ്പുണ്ട്. എന്നാൽ മാനുഷ്യ കണക്കൂട്ടലുകളെ തെറ്റിക്കുന്ന ചില ദൈവപ്രവർത്തികൾ ചിലരുടെ ജീവിതത്തിന്മേലെ, ഇതുവരെ വിടുതലില്ലാത്ത ചില വിഷയങ്ങളിന്മേല് ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഞങ്ങൾ കണക്കൂട്ടിയിരിക്കുക. പക്ഷെ കണക്കൂട്ടലുകളെല്ലാം മാറി. ഒരു ദിവസം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നെ വിളിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് ഇവിടെ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, നാട്ടിലേക്ക് പോകണം. അപ്പോൾ എനിക്കത് വളരെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. കാരണം എൻ്റെ മൂത്ത മോൻ ഇവിടെ ഉണ്ട്, ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്.
പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഞങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു യാത്ര ചെയ്യാൻ പറ്റത്തില്ല, കാരണം യാത്ര ചെയ്താൽ ഈ വെരിക്കോസ് വെയിനകത്തുള്ള ക്ലോട്ട് ഹാർട്ടിൽ കയറി ഏത് സമയവും മരണം സംഭവിക്കാം എന്ന് ഡോക്ടേഴ്സ് പറയാനിടയായി തീർന്നു. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യയിലെ സിസ്റ്റത്തിൽ അവരൊന്ന് തീരുമാനിച്ചാൽ അതിന് മാറ്റമില്ല. അങ്ങനെ എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. എൻ്റെ കൂടെ വരുവാൻ പ്രിയ ദൈവമക്കളെ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞില്ല, കാരണം അവധി കിട്ടിയില്ല. ഞാൻ എൻ്റെ മൂത്ത മോനെയും കയ്യിൽ പിടിച്ച് ഞാൻ നാട്ടിലേക്ക് യാത്രയായി. എന്നാൽ ദൈവം ഒന്ന് മുൻകരുതിയിരുന്നു. ദൈവം ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ആരെന്ത് ചെയ്താലും, ദാനിയേലിന് വേണ്ടി രേഖ മാറ്റി എഴുതിയതുപോലെ രേഖ മാറ്റി എഴുതിയാലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ സേഫായി, കർത്താവിന്റെ കൃപയാല് ഞാൻ സേഫായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്നിറങ്ങുവാനിടയായി. കാലിനൊക്കെ വളരെ നീരുണ്ടായിരുന്നു, എനിക്ക് ഇട്ട ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത്രമാത്രം പ്രയാസം വന്നു. അപ്പോൾ പിന്നത്തെ ആശ്വാസം, നമ്മൾ ഓരോന്ന് ആശ്വസിക്കുക, ഓരോ കപ്പല് കരയ്ക്ക് അടുക്കുമെന്നുള്ള ആശ്വാസം വന്നതുപോലെ ആശ്വസിക്കുകയാണെന്ന് ഞാൻ ഓക്കെ നാട്ടിലെത്തി, ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകും. അങ്ങനെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഹോസ്പിറ്റൽ ഷോപ്പിംഗ്. സായിപ്പിന്റെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴെന്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ അവർക്ക് അവിടെ അതിനുള്ള സൗകര്യമില്ല, കാരണം കുഞ്ഞ് ക്രിട്ടിക്കൽ കെയർ കുഞ്ഞിനെ നോക്കണം, അതുകൊണ്ട് അവിടെ അവർ പറ്റത്തില്ല. കാരിത്താസിൽ പോയി, അവിടെയും പറ്റത്തില്ല. അങ്ങനെയെല്ലാം വന്ന് എന്നെ ഹോസ്പിറ്റലുകൾ എടുക്കുകയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ, ഇനി എവിടോട്ട് പോകാനാ, അങ്ങനെയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വന്നു. തിരിച്ചു പോകാനും പറ്റത്തില്ല. എൻ്റെ ദൈവമേ, ഇതിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇരുന്നപ്പോൾ എന്നോടൊരു വ്യക്തി പറവാനിടയായി, ചെങ്ങന്നൂര് മുളപ്പുഴ സെഞ്ചുറി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്, അവിടെ ഒന്ന് ചെന്നാൽ ആള് മിടുക്കിയാണെന്ന് അവർ പറയുവാനിടയായി തീർന്നു. ഏതായാലും ഇനി അവിടെയും പോകാം എന്നുള്ള നിലയിൽ പിറ്റേ ദിവസം ഞാൻ നാട്ടിൽ വന്ന് അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിലുള്ള കാര്യമായി പറയുന്ന, അങ്ങനെ ഞാൻ അവിടേക്ക് കടന്നുപോയി. അവിടെ ചെന്നു. ആ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇവിടെ വലിയ ഇതിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഭയങ്കര സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല, എന്നാൽ നിങ്ങളുടെ സ്ഥിതിയിൽ എനിക്ക് വിഷമം തോന്നുന്നു, ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ്, അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടത്തി. എൻ്റെ കാലെല്ലാം പൊക്കി വെച്ച് അങ്ങനെ ചില ദിവസങ്ങളോളം ഞാൻ അവിടെ അഡ്മിറ്റായി കിടന്നു. അതിനുശേഷം എനിക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് വളരെയായി തീർന്നു. നോർമൽ ഡെലിവറി പറ്റത്തില്ല, സിസേറിയൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ മുൻപോട്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ പ്രയാസമായി. അങ്ങനെ 36ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് അന്നേരവും ശ്രമിച്ചു, കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എൻ്റെ മാതാവും അന്നെൻ്റെ പിതാവുണ്ട്, അങ്ങനെ എല്ലാവരും അങ്ങനെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സിസേറിയന് വേണ്ടി എന്നെ കൊണ്ടുപോയി. സിസേറിയൻ കഴിഞ്ഞു. സ്പൈനൽ അനസ്തീഷ്യയിലാണ് സിസേറിയൻ ചെയ്തത്. കർത്താവിനെ കാണിച്ചതുപോലെ തന്നെ കരഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുന്ന ഒരു ആൺ പൈതലിനെ 2.65 കിലോയോടെ നോർമലായിട്ട് ഒരു കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിൽ തന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദാനിയേലിനെ വിടുവിച്ച ദൈവം, സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ച ദൈവം, തീച്ചൂളയിൽ ഇറങ്ങി വന്ന ദൈവം അവിടെയും വിടുവിച്ചു. എന്നാൽ ദൈവമക്കളെ, ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ ആ ടേബിളിൽ കിടക്കുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എൻ്റെ എവിടൊക്കെ കത്തി തൊട്ടോ അവിടെ നിന്നെല്ലാം ബ്ലഡ് തെറിക്കുന്നു. കാരണം യൂട്രസിനകത്തെല്ലാം വെരിക്കോസ് വെയിനായി ബ്ലഡ് ഇങ്ങനെ ചിതറിക്കൊണ്ടിരുന്നു. അതിനുശേഷം BP ഡ്രോപ്പായി, എന്നെ ICUയിൽ കിടത്തി. അങ്ങനെ സ്ലോലി ഞാൻ റിക്കവറായി. അതെല്ലാം കഴിഞ്ഞ് 1.5 ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ പൈതലുമായി ക്ഷേമത്തോടെ ഭവനത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, ലോകം വിധി എഴുതി ഇങ്ങനെ ഒരു മാതാവില്ല, ഇങ്ങനെ ഒരു കുഞ്ഞില്ല എന്ന്. കർത്താവിന്റെ കൃപയാലെ കർത്താവ് അനുവദിച്ചാൽ ജൂൺ 18-ാം തീയതി എൻ്റെ രണ്ടാമത്തെ മോന് 21 വയസ്സ് തികയുകയാണ്. കർത്താവിന്റെ കൃപയിൽ അവൻ 21 വർഷത്തെ ആയുസ് കർത്താവ് കൊടുത്തു. എനിക്ക് 21 വർഷം കൂടി കർത്താവ് ബോണസ് പീരീഡ് തന്നു. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ സൗദിയിൽ നിന്ന് പോരുന്നതിന് മുൻപ് പൈതലുമായി ഞാൻ പിന്നെ തിരിച്ച് സൗദിക്ക് പോയി. അവിടെ കുറച്ച് നാൾ കൂടി ഞങ്ങൾ ആയിരുന്നു. പിന്നാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, യു കനോട്ട് കണ്ടിന്യൂ ദിസ് പ്രൊഫഷൻ. ഈ പ്രൊഫഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. 2006 അത് പേപ്പർ എഴുതി തന്നു. കാരണം ഈ വെരിക്കോസ് വെയിന്റെ കഠിനമായ തീഷ്ണതയിൽ കൂടെ ഞാൻ കടന്നുപോയി. എൻ്റെ കാലുകളൊക്കെ ബലഹീനമാണ്, ജോലി ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഇന്നും കർത്താവിന്റെ കൃപയാൽ ഞാൻ ഈ രാജ്യത്ത് ജോലി ചെയ്യുവാൻ, പല മേഖലകളില്, പല യൂണിറ്റുകളില്, പല പൊസിഷനുകളിൽ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. മനുഷ്യര് പറയും, അതാണ് ഞാൻ പറഞ്ഞത്, ലോകം വിധി എഴുതും,
മെഡിക്കൽ സയൻസ് വിധി എഴുതും. അതിനപ്പുറത്തുള്ള ഒരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. പലതും അസാധ്യമെന്ന് നാം ചിന്തിക്കും. ഡോക്ടേഴ്സ് പറയുമ്പോൾ വിളിച്ചിട്ട്, ഞാൻ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്, അനേകരോട് കർത്താവിനെ പറ്റി പറയുവാനും അനേകര് കർത്താവിൽ സന്തോഷിക്കുന്നത് കാണുവാനും, പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നാം അവിടെ ചെല്ലുമ്പോൾ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് ചെന്നാല് നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യത എത്രമാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം നമ്മൾ ഒന്നുമല്ല പ്രിയമുള്ളവരെ, ഒന്നുമല്ല. അടുത്ത ദിവസം രാവിലെ അവർ ജീവിച്ചെഴുന്നേറ്റാൽ അത്ര മാത്രമേ അവർക്ക് പറവാനുള്ളൂ. നാം എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വിടുതലുകൾ എത്ര വലുതാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പകൽക്കാലം പറഞ്ഞു വന്നത്, കർത്താവ് അനേക വിടുതലുകൾ, ഇതാണ് എന്റെ ജീവിതത്തിൽ ഒരു വലിയ സാക്ഷ്യം. അനേക സാക്ഷ്യങ്ങളുണ്ട്, അതിനകത്തൊരു ജീവിക്കുന്ന സാക്ഷ്യമാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇന്ന് പകൽക്കാലം അനുഗ്രഹമായി ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ആരെങ്കിലും തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ ഇതുപോലുള്ള കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവം കൈവിട്ടിട്ടില്ല. കർത്താവ് ഒരിക്കലും, നാം പലപ്പോഴും ചിന്തിച്ചു പോകും കർത്താവ് നമ്മെ കൈവിട്ടോ എന്ന്. എന്നാൽ നമ്മുടെ ഭാഗത്ത് ചെയ്യുവാനുള്ള ഒരു കാര്യമുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അതാണ്. ദാനിയേൽ ഇത് പറയുമ്പോൾ നമ്മൾ അതിന്റെ വേറെ അധ്യായത്തിൽ കാണുന്നു, രേഖ വിരോധമായി എഴുതിയെന്ന് കണ്ടപ്പോഴും ദാനിയേൽ ചെയ്തത് എന്താ? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും മുമ്പ് ചെയ്തു വന്നതുപോലെ. അപ്പോൾ മാത്രം ഒരു പ്രാർത്ഥനയല്ല, വിഷയം വരുമ്പോൾ മാത്രം ഒരു പ്രാർത്ഥനയല്ല, തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാനിയേലിനെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാ. നാം തുടർമാനമായി ദൈവസന്നിധിയിൽ അർപ്പിച്ച് കർത്താവുമായി ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഇട്ടിട്ട് പോകത്തില്ല. കർത്താവ് ആദ്യം പ്രത്യക്ഷമായത് മറിയയ്ക്ക് കർത്താവുമായി ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും അധികം മോചിക്കപ്പെട്ട് കിട്ടിയ മറിയ, ഏറ്റവും അധികം പാപം മോചിച്ചു കിട്ടിയ ആ സന്തോഷം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു സന്തോഷം ഉണ്ടെങ്കിൽ, ആ ദൈവവുമായ ഒരു പേഴ്സണൽ കണക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ കർത്താവിന് നമുക്ക് വേണ്ടി വലിയത് ചെയ്യാൻ കഴിയും. ഒരിക്കലും ദൈവം നമ്മെ ഇട്ടിട്ട് മാറി നിൽക്കത്തില്ല. നമുക്ക് പലപ്പോഴും, ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ അനുഭവങ്ങൾ ഞാൻ പ്രാപിച്ചു എങ്കിൽ പോലും ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ കർത്താവിനെ കാണുന്നില്ലയോ. പല രോഗങ്ങളുടെ മധ്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിനെ കാണുന്നില്ലയോ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഏതാണ്ട് ചില നാളുകൾക്ക് മുമ്പ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം, ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു വല്ലാത്ത വേദനയാൽ ഭാരപ്പെട്ട് വളരെ ജോലിക്ക് പോകണം, വളരെ ഭവനത്തിലെ കാര്യങ്ങൾ, ഈ വേദന, വളരെ പ്രയാസം. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യം, എൻ്റെ പിതാവ് എന്നെ വിശ്വാസം പഠിപ്പിച്ചു. അന്ന് മുതൽ ഈ വിശ്വാസത്തില് അന്ന് മുതൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ കർത്താവിനെ വിശ്വസിക്കുക, ഇതൊക്കെയും പഠിപ്പിച്ചു. അതെന്റെ ജീവിതത്തിൽ, ആ ശിക്ഷണം എന്റെ ജീവിതത്തിൽ വിടുതലായി തീർന്നു. എന്റെ മാതാപിതാക്കളുടെ ശിക്ഷണം അതെന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിനെ വിശ്വസിക്കാൻ, കർത്താവിനോട് പ്രാർത്ഥിപ്പാനൊക്കെ അവരെന്നെ പഠിപ്പിച്ചു. അതിനകത്ത് ഞാൻ ഒരുപാട് നന്ദിയുണ്ട്. എന്റെ കുടുംബത്തെ ഓർത്ത്, എന്റെ മാതാപിതാക്കളെ ഓർത്ത് എല്ലാം എനിക്ക് ദൈവസന്നിധി നന്ദിയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പഠിച്ച ഒരു പാഠമാണ്, കർത്താവിനോട് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ ഭർത്താവിനോട് പറയുകയുള്ളൂ. അതായത് കർത്താവിനോട് ഒരു വിഷയം അവതരിപ്പിച്ച്, എന്റെ കർത്താവ് ഇന്നൊരു വിഷയമുണ്ട് എന്ന് പറഞ്ഞ ശേഷം ഭർത്താവിനോട് പറഞ്ഞു. അതുപോലെ ഒരു വിടുതലാണ് കർത്താവിന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വരട്ടെ. ഞാനിപ്പോൾ ഈ വിഷയത്തില് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് നീ എന്നെ വിടുവിക്കണം. ഇപ്പൊ ഞാൻ ദൈവവചന പ്രകാരം പ്രാർത്ഥിച്ച് എണ്ണ പുരട്ടി ഇങ്ങനെയെല്ലാം പോകുന്നു, ഒരു വിടുതലില്ല, ഇങ്ങനെ പോകുന്നു. ഒരു ദിവസം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഞാൻ എന്റെ സങ്കടത്തിൽ, ഈ വേദനയുടെ ആധിക്യത്തില് ഞാൻ എന്റെ കട്ടിലിന്റെ താഴോട്ടിരുന്ന് കട്ടിലോട്ട് തല വെച്ചങ്ങ് പ്രാർത്ഥിക്കുകയല്ല, കൂടുതൽ ഞാൻ അങ്ങ് തേങ്ങി കരഞ്ഞ് ഞാൻ ദൈവത്തോടങ്ങ്, ഇല്ല കർത്താവേ എനിക്കിനി പ്രാർത്ഥിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ് കയറി കിടക്കുവാനിടയായി. ഞാൻ ആ ഉറക്കത്തിൽ ഇങ്ങനെ ഒരു ദർശനം കാണും, ഒരു അതിഭയങ്കര പ്രകാശം എന്റെ നേരെ വരുന്നു. ഞാൻ ആ ഉറക്കത്തിൽ തന്നെ കൈ ഉയർത്തി, ഹല്ലേലൂയ, ദൈവം എന്നെ വിടുവിച്ചതിനായി സ്തോത്രം, ദൈവമക്കളെ കർത്താവിനെ വിടുവിച്ചു. അങ്ങനെ ഓരോ വിഷയങ്ങളെ, ഞാനിത് ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ മാത്രമാണ്. ഓൺ ടൈമിൽ കർത്താവിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച ഇതുവരെ എത്തിയത്. ഞാൻ കർത്താവിന് ഭൗതികവും ആത്മീയ വിഷയങ്ങൾ, എന്റെ വിദ്യാഭ്യാസം, എന്റെ വിവാഹം, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, എല്ലാ വിഷയവും കർത്താവിന് പ്രാർത്ഥിച്ച് പ്രാപിച്ചതാണ്. തീച്ചുള്ളയുടെ നടുവിൽ നിന്ന് വിടുവിച്ച അനേക സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആരും അധൈര്യപ്പെട്ടു പോകേണ്ട. ഏത് വിഷയത്തെ നാം ഫേസ് ചെയ്താലും നാം വ്യവസ്ഥയോടെ നിൽക്കുമെങ്കിൽ, ദാനിയേലിനെ പോലെ നിൽക്കുമെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. നാം എവിടെ വരെ നമ്മുടെ സഹനശക്തി എന്ന് കർത്താവിന് അറിയാം, എവിടെ വരെ നമുക്ക് പോകാൻ കഴിയുമെന്ന് കർത്താവിന് അറിയാം. അതിനപ്പുറത്ത് അവൻ തരത്തില്ല.
അതെന്റെ ജീവിത അനുഭവമാണ്. എനിക്ക് പറ്റത്തില്ല അപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവ് ഒരു കാര്യങ്ങളും പറയാതെ ചെയ്തിട്ടില്ല. ഏത് വിഷയവും വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പേ കർത്താവിനോട് പറഞ്ഞു. അതുപോലെ ഓരോ വിഷയങ്ങളും ദൈവസന്നിധി നാം അടുത്തിരിക്കുന്നുവെങ്കിൽ ആ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സമയം തീരുന്നുവല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒന്ന് പറയട്ടെ. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, പലപ്പോഴും രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. ദൈവത്തിന് പലപ്പോഴും പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണ്. കർത്താവ് പ്രവർത്തിക്കാൻ വരുമ്പോൾ യോശുവ മുഷിഞ്ഞ വസ്ത്രവുമായി ചെന്നപ്പോൾ സാത്താൻ വാദിച്ചതുപോലെ നമുക്കെതിരെ സാത്താൻ വാദിക്കുന്ന അനുഭവങ്ങൾ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പാഴ്സിപ്രഭു തടഞ്ഞതുപോലെ മറുപടി തടയപ്പെട്ടു പോകുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഏൽപ്പിച്ച് ജീവിതത്തിൽ ഏലിയാവ് യാഗപീഠം പുതുക്കി പണിത് യാഗമർപ്പിച്ചതുപോലെ പുതുക്കി പണി. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നു. ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പുതുക്കി പണിഞ്ഞ് ഒരു യാഗമർപ്പിക്കുമെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി തീ കൊണ്ട് ഉത്തരം അരളിയതുപോലെ തോട്ടിലെ വെള്ളവും കൂടി ദഹിപ്പിച്ചു കളയുവാൻ ദൈവം ശക്തനെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദൈവകരങ്ങളിൽ ഒരു പുതുക്കത്തിന്റെ അനുഭവം, അതാണ് ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ തീച്ചൂളയിൽ നാം എഴുന്നേൽക്കണമെങ്കിൽ ഒരു പുതുക്കത്തിന്റെ അനുഭവം. ഒന്നാമതൊരു യാഗപീഠം പുതുക്കി പണിയുക. രണ്ടാമത് യാഗമർപ്പിക്കുക. മൂന്നാമത്തെ കാര്യം ദാനിയേല് ചെയ്തതുപോലെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവവുമായിട്ടൊരു പേഴ്സണൽ കണക്ഷൻ. ആവശ്യത്തിന് മാത്രം കർത്താവിന്റെ അടുത്തേക്ക് ഓടി വരികയല്ല. നമുക്ക് ഓടി വരാം, ആവശ്യത്തിന് ഓടി വരാം. ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. എന്റെ വിഷയം വരുമ്പോൾ ഞാൻ ഓടി എന്റെ പാലിലോട്ട് പോയി സങ്കടപ്പെട്ട് കരയാറുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാം. പക്ഷെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ട് സങ്കടം ബോധിപ്പിച്ച് കരയുമെങ്കിൽ, ഉടമ്പടിയും തീരുമാനവും എടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുമെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല. ദൈവത്തിന് അത് പറ്റത്തില്ല. കർത്താവ് തീർച്ചയായിട്ടും ചെയ്യും. ദൈവം വിശ്വസ്തൻ. അവന്റെ വാക്ക് എന്നും ഇല്ല എന്നും അതിനപ്പുറത്ത് ഒന്നുമില്ല. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞത്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചതാ. എന്റെ കഴിഞ്ഞ നാളുകളിൽ എന്റെ ദൈവം എന്നെ ജീവിപ്പിച്ചുവെങ്കിൽ, എന്റെ പൈതങ്ങളെ ജീവിപ്പിച്ചുവെങ്കിൽ, ഈ രാജ്യത്ത് അനേക കഷ്ടങ്ങളിൽ കൂടി ഞങ്ങളെ നടത്തിയെങ്കിൽ, ഇന്നും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പ്രാപ്തരാക്കുന്നുവെങ്കിൽ ആ ദൈവം ശക്തനാ. പിന്നെയും അടിയങ്ങളെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു സമയം അനുവദിച്ച ദൈവദാസിയോടും ഈ കർമ്മേൽ സൂം പ്ലാറ്റ്ഫോമിനോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്റെ വചന ശുശ്രൂഷയെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾ കേൾപ്പാൻ, ദേവദാസിൽ കൂടി കേൾപ്പാൻ ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. ദൈവം നടത്തിയ വിധങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ദാസിയെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ അധികമായി പിന്നെയും വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവിക ആലോചനകളും നമ്മളോട് അറിയിച്ചല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ഉണ്ടെങ്കിൽ ദേവദാസിയോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആശീർവാദം പറയുന്നതിന് മുമ്പ്.